മരണമെന്നുള്ളത് ഓരോ ശരീരങ്ങളെയും അത് രുചിക്കും. എല്ലാ ശരീരവും ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകും. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ പിടിക്കാൻ അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഖളാ എത്തുന്ന സമയത്തിൽ, അവധി എത്തുന്ന സമയത്തിൽ നിങ്ങളുടെ അരികിലേക്ക് വരും. അതുകൊണ്ട് സ്വഹാബ, നിങ്ങൾ ആ മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ വല്ലാതെ ഓർക്കണേ. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണം. എന്തൊക്കെ മോഹങ്ങളുമായിട്ടാണ് പലരും നടന്നു പോകാറുള്ളത്. മകളെ കല്യാണം കഴിക്കണമെന്ന് മോഹിക്കുന്ന പിതാവ് ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടാൽ ആ പിതാവല്ല മരിക്കുന്നത്, മകളുടെ വിവാഹം കഴിക്കണമെന്നുള്ള മോഹമാണ് മരിക്കുന്നത്. വീട് പാർക്കുന്നതും കൂടുന്നതും ഡേറ്റ് കണ്ടുകൊണ്ട് വീട്ടുകുടൽ വിളിക്കാൻ വേണ്ടി പോയവൻ ബസ്സിൻ്റെ അടിയിൽ കുടുങ്ങിയിട്ട് മരണപ്പെടുമ്പോൾ ആ ചെറുപ്പക്കാരൻ മാത്രമല്ല മരിക്കുന്നത്, അവൻ്റെ ഒരുപാട് മോഹങ്ങളാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പുറപ്പെടാൻ വേണ്ടി പാസ്പോർട്ടും വിസയുമെല്ലാം റെഡിയായി ആ മനുഷ്യൻ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, അതല്ലെങ്കിൽ വീട്ടിൽ വെച്ചുകൊണ്ട് അറ്റാക്കായി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ആ മരിക്കുന്നതവൻ മാത്രമല്ല, ഒരുപാട് മോഹങ്ങളാണ്. അതാണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്, അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണേ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, രസങ്ങളെ മുറിച്ചു കളയുന്ന മരണം. മഹാനാകുന്ന ഇമാം, മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവർ വിശദീകരിക്കുകയാണ്, മരണമെന്ന് പറഞ്ഞാൽ ആരും ചിന്തിക്കരുത് നശിക്കുകയല്ല, മരണമെന്ന് പറഞ്ഞാൽ നശിക്കുകയല്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മരണം നശിക്കുകയില്ല, മരണമെന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും തമ്മിൽ പിരിയലാണ്. മരണവും ആത്മാവും തമ്മിൽ പിരിയലാണ്. അതാണ് മരണമെന്ന് പറയുന്നത്. അതാണല്ല നബി തങ്ങൾ പറഞ്ഞത്, സ്വഹാബ നിങ്ങളത് ഓർക്കണേ. അസ്റാഹീൽ അലൈഹിസ്സലാം നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന രംഗം അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഖളാ എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ, ഉപ്പച്ചിയുടെ പേരെന്ന് പറയോ? നമ്മുടെ ഹംസ എന്ന ഹംസാജി, ആജിയല്ലേ? ആജിയാണോ? അൽഹംദുലില്ലാഹ്. പടച്ചവനെ റബ്ബേ, ഹംസാജി ഇന്നത്തെ രാത്രിയിൽ ലോകത്തോട് വിട പറയാനുള്ള സമയമായാൽ, ഹംസാജി ഇന്നത്തെ രാത്രിയിൽ ലോകത്തോട് വിട പറയാനുള്ള സമയമായാൽ അള്ളാഹു അസ്റാഹീലിനെ വിളിക്കുകയാണ്. അസ്റാഹീലേ, ഇന്നാലിന്ന സ്ഥലത്തിൽ, അവിടെ ഒരു മദ്രസയുടെ ഉള്ളിൽ ഒരു മജ്ലിസ് ഉണ്ടായിരുന്നു. ആ മജ്ലിസിൽ വഅദ് കേട്ടിരുന്നൊരു ഹംസാജി എന്ന് പറയപ്പെടുന്നൊരു നല്ല മനുഷ്യനുണ്ട്. അയാളുടെ ലോകത്തിൽ നിന്ന് ജീവിക്കാനുള്ള അവധി കഴിഞ്ഞിട്ടുണ്ട്. അയാളെ പിടിച്ചു കൊണ്ടുവരണമെന്ന് അസ്റാഹീലിനോട് പറയുമ്പോൾ അസ്റാഹീൽ അലൈഹിസ്സലാം ചെയ്യുന്നത്, ആകാശലോകത്തിൽ നിന്ന് നേരെ അസ്റാഹീലിൻ്റെ സഹായികളാകുന്ന മാലാക്കന്മാരെ വിളിക്കുകയാണ്. ഇസ്രായേലിനെ സഹായിക്കുന്ന മലക്കുകളുണ്ട്, 100 ചില്ലാനും വരുന്ന മലക്കുകളാണവർ. അവർ അസ്റാഹീൽ അലൈഹിസ്സലാം വിളിക്കുകയാണ്. അവർ വരുന്ന സമയത്തിലാണ് സ്വർഗത്തിനെ കാക്കുന്ന മാലാക്കന്മാരോട് വിവരം പറയുന്നത്, ഹംസാജി ലോകത്തോട് വിട പറയാനായിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരണം. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്നുള്ള മാലാക്കന്മാർ പച്ചപ്പട്ടുമായിട്ട് അവർ കടന്നു വരുന്നത്. എന്തിനാണെന്നറിയോ? ഹംസാജി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ, നോമ്പെടുക്കുന്നവരാണെങ്കിൽ, ഹജ്ജ് ചെയ്തവരാണെങ്കിൽ, ഗീബത്ത് പറയാത്തവരാണെങ്കിൽ, നമീമത്ത് പറയാത്തവരാണെങ്കിൽ, ഭാര്യയോടും കുടുംബങ്ങളോടും നല്ല നിലക്ക് നിന്നവരാണെങ്കിൽ, മക്കളുടെ ഇടയിൽ നീതി പുലർത്തിയ മനുഷ്യനാണെങ്കിൽ, ഈ മനുഷ്യൻ്റെ ആത്മാവ് സ്വീകരിക്കാൻ അസ്റാഹീൽ അലൈഹിസ്സലാം പച്ചപ്പട്ടുമായിട്ട് കടന്നു വരികയാണ്. അവരാണ് രണ്ടാമത്തെ വിഭാഗം. ഒന്ന് അസ്റാഹീൽ അലൈഹിസ്സലാമിൻ്റെ കൂടെയുള്ള സഹായത്തിൻ്റെ മാലാക്കന്മാർ, 2 സ്വർഗത്തിനെ കാക്കുന്ന മാലാക്കന്മാർ. മൂന്നാമത്തതോ നരകത്തിനെ കാക്കുന്ന മാലാക്കന്മാരാണ്. മൂന്നാമത്തത് നരകത്തിനെ കാക്കുന്ന മലക്കുകൾ. അവർ വരുന്നത് തീയിനാലുള്ള പുതപ്പുമായിട്ടാണ്.
എന്തിനാണ് ആ തീയിനാലുള്ള പതപ്പുമായിട്ട് വരുന്നതെന്നറിയോ? ഹംസാജി കളവ് പറയുന്ന ആളാണെങ്കിൽ, ഗീബത്ത് പറയുന്നവരാണെങ്കിൽ, കുടുംബത്തിനോട് പിണങ്ങിയവരാണെങ്കിൽ, ഹറാമ് ഭക്ഷിച്ചവരാണെങ്കിൽ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാത്തവരാണെങ്കിൽ, ഹംസാജിയുടെ ആത്മാവിനെ സ്വീകരിക്കാൻ തീയിനാലുള്ള പതപ്പുമായിട്ട് മൂന്നാമത്തെ വിഭാഗം മാലാക്കന്മാർ, അവർ നരകത്തിനെ കാക്കുന്ന മലക്കുകളാണ്. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. ഇവരെല്ലാവരും വന്ന് ഹംസാജി കിടക്കുന്ന കട്ടിലിൻ്റെ ചുറ്റുഭാഗത്തിലും നിൽക്കുകയാണ്. അസ്റാഗീൽ അലൈഹിസ്സലാം ഹംസാജിയുടെ തലഭാഗത്തിൽ നിൽക്കുകയാണ്. ഹംസാജിയുടെ തലഭാഗത്തിൽ അസ്റാഗീൽ അലൈഹിസ്സലാം നിൽക്കുമ്പോൾ അസ്റാഗീലിനെ സഹായിക്കുന്ന 100 ചില്ലാനം മലക്കുകളുണ്ടല്ലോ, അവർ ഹംസാജിയുടെ കട്ടിലിൻ്റെ ചുറ്റുഭാഗത്തിലും നിൽക്കുകയാണ്. സ്വർഗത്തിനെ കാക്കുന്ന മാലാക്കന്മാർ ഹംസാജിയുടെ വലത് ഭാഗത്തിൽ നിൽക്കുന്നു. നരകത്തിനെ കാക്കുന്ന മലക്കുകൾ ഇടത് ഭാഗത്തിലും നിൽക്കുകയാണ്. എന്നിട്ട് ചെയ്യുന്ന പണി എന്തെന്നറിയോ? ഹംസാജി ഉറക്കത്തിൽ മരിച്ചു പോകുകയില്ല, അങ്ങനെ ആരും കരുതരുത്. ചില ആളുകൾ പറയാറുണ്ട് അയാൾ ഉറക്കത്തിലാണ് മരിച്ചു പോയതെന്ന് പറയാറുണ്ട്. ഉറക്കത്തിൽ ആരും മരിക്കൂല. മരണത്തിൻ്റെ രുചി അറിയാതെ ആരും ഈ ദുന്യാവിൽ നിന്ന് വിട പറഞ്ഞു പോകുകയില്ല. പുണ്യനബി തങ്ങൾ പോലും പറഞ്ഞു പോയതാണല്ലോ, ഇസ്രായേലേ എന്തൊരു വേദനയാണ്, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇതെന്തൊരു വേദനയാണ്. അസ്റാഗീൽ അലൈഹിസ്സലാമിനോട് പുന്നാര നബി തങ്ങൾ പറഞ്ഞു പോയതാണല്ലോ. അതുകൊണ്ട് മരണത്തിൻ്റെ വേദന അറിയാത്ത ഒരാളും ഉണ്ടാകുകയില്ല. ഹംസാജിയെ അസ്റാഗീൽ അലൈഹിസ്സലാം വിളിക്കുന്നതാണ്. ഹംസാജി എഴുന്നേറ്റോട്. ഹംസാജി എഴുന്നേറ്റ് നോക്കുമ്പോൾ മഹാന്മാരാകുന്ന മാലാക്കന്മാരെ കാണുകയാണ്. അന്നത്തെ ദിവസം നമുക്ക് മലക്കുകളെ കാണാം, ശൈത്താന്മാരെ കാണാം, പിശാചിനെ കാണാം, നമ്മുടെ മരിച്ചുപോയവരെ കാണാം. ആ കഴിവല്ലാഹു നമ്മുടെ കണ്ണുകൾക്ക് നൽകുന്നതാണ്. എല്ലാവരും കാണാൻ പറ്റുമെന്ന്. അസ്റാഗീലിനെ കാണുമ്പോൾ ഹംസാജി ചോദിക്കുകയാണ്, മൻ അൻത, ആരാ നിങ്ങൾ പറഞ്ഞു തരണം, ആരാ എൻ്റെ റൂമിലേക്ക് കയറി വരാൻ? എൻ്റെ ഭാര്യ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, എൻ്റെ മക്കളുണ്ടല്ലോ, എൻ്റെ പേരക്കിടാവൻ്റെ പുതപ്പിൻ്റെ അടിയിൽ ചുരുണ്ട് മൂടി കിടക്കുന്നുണ്ടല്ലോ. ആരാ നിങ്ങൾ? ആരാ നിങ്ങൾക്ക് വാതിൽ തുറന്നു തന്നത്? ആരും തുറന്നു തരേണ്ടതില്ല. അവരെവിടെയാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും അവിടത്തിലോട്ട് അവർ കടന്നു വരുന്നതാണ്. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ. കടക്കവിടെ. അപ്പയാണ് നമ്മൾ പേടിച്ച് അന്തം വിട്ടം താളിച്ചുകൊണ്ട് എഴുന്നേറ്റോടാൻ ശ്രമിക്കുന്നത്. അപ്പയാണ് ഹംസാജിയുടെ വലത്തെ കൈയൊരു മലക്ക് പിടിച്ചു വെക്കുകയാണ്. ഹംസാജി അവിടെ കിടക്കണം, ശല്യം ചെയ്യരുത്, അവിടെ കിടക്കണം. വലത് കൈ പിടിച്ചു വെക്കുകയാണ്, ഇടത്തെ കൈയും പിടിച്ചു വെക്കുകയാണ്, വലത്തെ കാലും പിടിച്ചു വെക്കുകയാണ്, ഇടത്തെ കാലും പിടിച്ചു വെക്കുകയാണ്. അപ്പോൾ ഹംസാജി നെഞ്ചുകൊണ്ടിങ്ങനെ ഉയർത്തുന്നതാണ്. മരണത്തിൽ നിന്നെങ്ങനെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെടാൻ ആരും കരുതി പോകുന്നതാണ്. അപ്പോഴാണ് ഒരു മലക്ക് വന്ന് നെഞ്ചിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അനങ്ങാൻ കഴിയുന്നതല്ല, പിന്നെ അനങ്ങാൻ കഴിയൂല. എത്ര തന്നെ മുസൽമാനാണെങ്കിലും ഒന്ന് ഇളകാൻ പോലും കഴിയാതെ അവിടെ കിടക്കുകയാണ്. ആ സമയത്തിലാണ് നമ്മൾ കെഞ്ചുന്നത്, അല്ല അസ്റാഗീലേ, ഞാൻ വഅദ് കേട്ടിട്ടുണ്ട്, ഇശാഖ് നിസ്കരിച്ചിട്ടില്ല, ഞാൻ ഇശാഖ് നിസ്കരിച്ചിട്ടില്ല, ഞാൻ എൻ്റെ കച്ചവടത്തിൻ്റെ മുതലിന് സകാത്ത് കൊടുത്തിട്ടില്ല, ഞാൻ കഴിഞ്ഞ റമദാനിൽ നോമ്പ് ഖളാ വീട്ടാനുണ്ട്, ഞാൻ മുദ്ദം കൊടുത്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാനൊരു നന്മ ചെയ്തുകൂടെ, എനിക്കതിന് അവസരം തരുമോ? അപ്പോഴാണ് അസ്റാഗീൽ അലൈഹിസ്സലാം പറയുന്നത്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവിടെ കിടക്കട, അവിടെ അവധി കഴിഞ്ഞിട്ടുണ്ട്, ഇനി പറയണ്ട, ഇനി ഒന്നും ഇവിടത്തിലേക്ക് സംസാരിക്കണ്ട. പുണ്യനബി തങ്ങൾ പറഞ്ഞല്ലോ, പ്രസവിച്ച് കിടക്കുന്ന ഉമ്മമാർ അസ്റാഗീലിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അസ്റാഗീലേ, എൻ്റെ പൊന്നു പൈതലാ തൊട്ടിലയിൽ കിടക്കുന്നുണ്ട്, ഞാനൊന്ന് അമ്മിഞ്ഞ പാൽ അവർക്ക് കൊടുത്തോട്ടെ അസ്റാഗീലേ? അസ്റാഗീൽ പറയും വേണ്ട. അസ്റാഗീൽ നബി തങ്ങളോട് പറയുകയാണ്, എനിക്ക് ഏറ്റവും പ്രയാസം വന്ന ഒരേ ഒരു സന്ദർഭമെന്ന് പറയുന്നത്, ഒരു ഗർഭിണി കടലിൻ്റെ നടുവിൽ വെച്ചുകൊണ്ട്
പ്രസവിച്ചിട്ടുണ്ട്. ആ ഗർഭിണി പ്രസവിച്ച കുഞ്ഞുവാവയെ മാറോട് ചേർത്തി പിടിച്ചുകൊണ്ട് അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ പോകുമ്പോഴാണ് ആകാശലോകത്തിൽ നിന്ന് പടച്ചതമ്പുരാൻ എന്നോട് പറയുന്നത്, ആ ഉമ്മയുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുവരാൻ. മൗത്ത് ഹംന ഭലാ ദിയാ തോ ജൽദി സേ ജാൻ. ഇറങ്ങി വന്നു അസ്റാഹീൽ. റൂഹിനെ പിടിക്കാൻ പോകുമ്പോ ഉമ്മച്ചി പറഞ്ഞത് ഒരേ ഒരു വാക്ക് മാത്രമാണ്, എനിക്ക് കുറെ കാലം ജീവിക്കണമെന്നല്ല, എൻ്റെ ഈ ചോരവാവക്ക് ഞാനൊന്ന് അമ്മിഞ്ഞ പാല് കൊടുത്തോട്ടെ. അസ്റാഹീൽ അലൈഹിസ്സലാം പറയുന്നത്, പ്രസവിക്കാനേ അല്ലാഹുവിൻ്റെ അരികിൽ ഖളാ ഉള്ളൂ, ആ പ്രസവിച്ച കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ ഖളാ ഇല്ല. ഇറങ്ങിക്കോളണം. വലൻ യുഅഖിറല്ലാഹ്, കഴിഞ്ഞു മോളെ, കഴിഞ്ഞു, എല്ലാം അവസാനിക്കുകയാണ്. എന്നിട്ട് അസ്റാഹീൽ അലൈഹിസ്സലാം തലക്കാമ്പുറത്ത് നിൽക്കുകയാണ്. 100 ചില്ലാനും മാലാക്കന്മാർ 3 വിഭാഗമായി മാറുകയാണ്. 3 വിഭാഗമായി മാറുകയാണ്. എന്നിട്ട് ഒന്നാമത്തെ വിഭാഗത്തിനോട് അസ്റാഹീൽ അലൈഹിസ്സലാം പറയാണ്, റൂഹിനെ പിടിക്കാൻ തുടങ്ങിക്കോ. ഹംസാജി ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട്. ഹംസാജിയുടെ തള്ളവരിൽ നിന്ന് റൂഹങ്ങ് പിടിക്കാൻ തുടങ്ങുകയാണ്. മുട്ടിൻ കാലിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഒന്നാമത്തെ വിഭാഗം മാലാക്കന്മാർ മാറി നിൽക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ വിഭാഗം കടന്നു വരികയാണ്. അവരാണ് മുട്ടിൻകാലിൽ നിന്ന് പിടിക്കുന്നത്. എവിടം വരെ? പൊക്കുയുടെ ഭാഗം വരെ. അപ്പോയത്തിനേക്ക് കാലിൻ്റെ ഭാഗം ഇങ്ങനെ തണുത്തു തുടങ്ങുകയാണ്. ആലോചിച്ചു നോക്കിയാണ്, ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിൽ വേദന കൊണ്ട് പൊളയുമത്രേ നാം. ആ വേദന കൊണ്ട് പൊളയുമ്പോ മനസ്സമാധാനത്തിന് വേണ്ടി കടന്നു വരുന്ന 4ാമത്തെ വിഭാഗം മലക്കുകളുണ്ട് സ്വഹാബ. അവർ 3 വീടുകളിലേക്ക് കയറുകയില്ല. ഏതൊക്കെയാണ് ആ 3 വീടുകളെന്നറിയോ? 1 സൂറത്തുകളുള്ള വീടുകളാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ വീടിൻ്റെ മുമ്പിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സമാധാനിപ്പിക്കാൻ ഈ മലക്കുകൾ കയറുകയില്ല. ഷംസുൽ ഉലമ തങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ, ഡൈനിങ് ഹാളിൽ ഫിറ്റ് ചെയ്ത ഉമ്മമാരെ, ഡൈനിങ് ഹാളിൽ ഫിറ്റ് ചെയ്ത ഉപ്പമാരെ, അവിടത്തിലേക്ക് ഈ മാലാക്കന്മാർ കയറി വരികയില്ല. സൂറത്തുകളുള്ള വീടാണ്. അവിടെ എന്തിനായി മലക്ക് വരുന്നതെന്നറിയോ? പൊക്കയുടെ ഭാഗത്തിൽ നിന്ന് 3ാമത്തെ വിഭാഗം മലക്കുകൾ നമ്മുടെ ആത്മാവിനെ ചുരുട്ടി വലിച്ച് 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 തൊണ്ടക്കൊയ്യുടെ ഭാഗത്തിലെത്തുമ്പോൾ അവർ മാറി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞ് വിര പറഞ്ഞു. എല്ലാ അവയവങ്ങളും മരിച്ചു. റൂഹി തൊണ്ടക്കൊയിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് അസ്റാഹീൽ അലൈഹിസ്സലാം റൂഹിനെ പറിച്ചെടുക്കാൻ വേണ്ടി വരുന്നത്. ഇവിടെ നിന്ന് പറിച്ചെടുക്കുമ്പോഴാണ് എന്നുള്ള ശബ്ദം വരുന്നത്. അതാണ് അറബിയിൽ ഗർഗർ ശബ്ദമെന്ന് പറയുന്നത്. അതാണ് ഗർഗർ ശബ്ദം, എന്നുള്ള ശബ്ദം. അത് അസ്റാഹീൽ അലൈഹിസ്സലാം തൊണ്ടക്കൊയിൽ നിന്ന് റൂഹ് പിടിച്ചു വലിക്കുകയാണ്. ആ സമയത്തിൽ അടുത്തിരിക്കുന്നവർക്ക് സുന്നത്താണ് കുറച്ച് വെള്ളം ചുണ്ടിൻ്റെ മുകളിൽ തൊട്ടുകൊടുക്കൽ. ആ സമയത്തിൽ കടലിലെ വെള്ളം മുഴുവനും കുടിച്ചാൽ ദാഹം തീരാത്തത്ര ദാഹം നമുക്കുണ്ടാകുന്നതാണ്. ആ സമയം ആ ഗർഗർ ശബ്ദം വരുമ്പോ ചില ആളുകളുടെ നെറ്റിത്തടം ഇങ്ങനെ വിയർക്കാറുണ്ടല്ലോ. ഒരു മനുഷ്യൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അവന്റെ നെറ്റിത്തടം ഇങ്ങനെ വിയർക്കുന്നുണ്ടെങ്കിൽ, അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരുന്നുണ്ടെങ്കിൽ, അവന്റെ മൂക്കിന്റെ ദ്വാരം വണ്ണം വെക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവൻ സ്വർഗത്തിന്റെ അഖിലുകാരനാണ്. ഫഹുവ മിൻ അഖിലിൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ അഖിലുകാരനാണ്. ചില ആളുകൾ മരിക്കും അങ്ങനെ കാണാറില്ലേ? അങ്ങനെ മരിക്കാനുള്ള വഴിയാ, 2 വഴിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ചില ആളുകൾ മരിക്കും അങ്ങനെ കാണാറില്ലയോ? എന്നോടൊരു ഉമ്മച്ചി വന്നിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ മഖാമിൽ ഞാൻ സിയാറത്തിന് പോയപ്പോ ഒരു ഉമ്മച്ചി വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ, എൻ്റെ പിതാവ് തഹജ്ജുദ് നിസ്കരിക്കുന്ന പിതാവാണ്, ദുആ നിസ്കരിക്കാറുണ്ടായിരുന്നു. എൻ്റെ പിതാവ് കുടുംബങ്ങളോട് പിണങ്ങാറില്ല. പക്ഷേ എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ 2 കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്നുകൊണ്ടാണ് എൻ്റെ പിതാവ് മരിച്ചുപോയത്. ആ അമ്മച്ചി കരയാണ്. ഉസ്താദ്, എൻ്റെ അപ്പച്ചിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല.
അദാബ് കണ്ടിട്ടാണോ കരഞ്ഞതെന്നറിയില്ല. എൻ്റെ ഉപ്പമാരെ അങ്ങനെ ആരെങ്കിലും മരിക്കുമ്പോൾ 3 അടയാളങ്ങൾ കണ്ടാൽ: 1 നെറ്റിത്തടം വിയർക്കുക, 2 കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരിക, 3 മൂക്കിൻ്റെ ദ്വാരം വണ്ണം വെക്കുക. ഇത് കണ്ടാൽ അയാൾ സ്വർഗത്തിൻ്റെ അഹലുകാരനാണ്. അള്ളാഹു അങ്ങനെയുള്ള മരണം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇന്നത്തെ രാവ് അതിൻ്റെ രാവ്, ദ്വാരക്കണ്ട രാവാണ്. അള്ളാഹുവേ അങ്ങനെയുള്ള മരണം നൽകണേ അല്ലാ. നേരെ മറിച്ച് തൊണ്ടക്കൊയിൽ നിന്ന് റൂഹിനെ പിടിക്കുമ്പോൾ അറുത്തിട്ട ഒട്ടകം കളിക്കുന്നത് പോലെ കളിക്കുന്നത് കണ്ടാൽ, അറുത്തിട്ട ഒട്ടകം കളിക്കുന്നത് പോലെ കളിക്കുന്നത് കണ്ടാൽ, അതുപോലെ മുഖത്തിൻ്റെ കളറുണ്ടല്ലോ അതിങ്ങനെ കറുത്ത് വരുന്നതും കണ്ടാൽ, പിന്നെ 3-മതായി നബി തങ്ങൾ പറയുന്നത്, ഈ ഗറഗർ ശബ്ദം വരുമ്പോൾ തൊണ്ടക്കുയിൽ നിന്ന് അസ്റാഹീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിച്ചങ്ങ് വലിക്കുമ്പോൾ ഈ വായിലൂടെ ഒരു തരം നൊര ഇങ്ങനെ പുറത്തോട്ട് വരുന്നതും കണ്ടാൽ, ഫഹുവ മിൻ അഹ്ലിന്നാർ, സംശയിക്കേണ്ട സ്വഹാബ, അയാൾ നരകത്തിൻ്റെ അഹലുകാരനാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാ. ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ്. പക്ഷേ ആ മലക്കുകൾ 3 വീട്ടിലേക്ക് വരൂല്ല. ഏതൊക്കെയാണ് ആ 3 വീട്? 1 സൂറത്തുകളുള്ള വീട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോട്ടോ. 2 അസ്വനാമുകളും. അസ്വനാം എന്ന് പറഞ്ഞാൽ 6 ഭാഗമുള്ള രൂപമാണ്. അതായത് മുകളിലും തായും ഇടതും വലതും മുമ്പിലും ബാക്കിലും. ചില ഷോക്കേസിൽ കാണാം ആനയുടെ രൂപം, ചിലോടത്ത് തവളാച്ചിൻ്റെ കോലം, ചിലോടത്ത് പുലിയുടെ കോലം, ചിലോടത്ത് കാട്ടുപോത്തിൻ്റെ കോലം. ഇപ്പം കോലുണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് പോലും അറിയാത്തവരാണ്. എന്താ കോലുണ്ടാക്കേണ്ടതെന്ന് പോലും അറിയാത്തവരാണ്. അവസാനം ഷോക്കേസിൽ വെക്കാൻ കഴിയാഞ്ഞിട്ട് അടുക്കളയെ കൊണ്ടുപോയി തീറ്റിച്ചോരാൻ. ക്ലോസറ്റ് കിടക്കുന്നത് അടുക്കളയെ കൊണ്ടുപോയി തീറ്റിക്കാൻ ശ്രമിച്ചവരാണ്. നഊദുബില്ലാ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഖൈറ് നൽകണേ തമ്പുരാനെ, ഞങ്ങളുടെ സമുദായത്തിന് നല്ല ബുദ്ധി നൽകണേ അല്ലാ. ആലോചിച്ച് നോക്കിയാണ്, അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. ഉറക്കപ്പറ. ഇങ്ങനെയുള്ള വീട്ടിലേക്ക് റഹ്മത്തിൻ്റെ മലക്ക് വരൂല. 3-മതോ ജനാബത്തുള്ള ആളുകൾ, ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ വേഗം പോയിട്ട് കുളിക്കണം. അവർ വേഗം കുളിക്കണം. കുളിക്കാൻ കഴിയില്ലെങ്കിലോ അവർ വേഗം പോയിട്ട് വുളൂ ചെയ്തിട്ടെങ്കിലും കിടക്കണേ. അങ്ങനെ തന്നെ കിടന്നുറങ്ങല്ലേ. അങ്ങനെ തന്നെ കിടന്നുറങ്ങിയാൽ ഹംസ ഹാജി നിങ്ങളുടെ അരികിലേക്ക് മലക്കുകൾ വരുമ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കാൻ റഹ്മത്തിൻ്റെ മാലാക്കന്മാരാ വീട്ടിലേക്ക് കയറി വരൂല്ല. ബാക്കിയുള്ളവരൊക്കെ വരും, ബാക്കിയുള്ള മലക്കുകളൊക്കെ എവിടെയാണെങ്കിലും വരും. ഇവർ വരൂല്ല. ഇന്ന് തന്നെ പോയി ഷോക്കേസ് വൃത്തിയാക്കണം, നമ്മുടെ വീടിൻ്റെ ചുമരുകൾ വൃത്തിയാക്കണം, എല്ലാം ഒക്കെ എടുത്തൊഴിവാക്കുക. എന്തിനതൊക്കെ? അല്ലാഹുവേ നീ ഖൈർ നൽകണേ തമ്പുരാനെ. അതാണ് പുണ്യനബി തങ്ങൾ പറയുന്നത്, ആ മരണം നിങ്ങൾക്ക് വരാനുണ്ട് സ്വഹാബ, ആ മരണത്തെ നിങ്ങൾ ഓർക്കണേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, രസങ്ങളെ മുറിച്ച് കളയുന്ന ആ മരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കണേ. പക്ഷേ കൊതിക്കാൻ പാടില്ല. ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഉസ്താദേ, ഉംറക്ക് ഞാൻ ഉംറക്ക് പോകുകയാണ് ഉസ്താദേ, എനിക്കൊരൊറ്റ ആഗ്രഹമുള്ള മദീനയിൽ മരിക്കണം ഉസ്താദേ. ഈ പോക്ക് ഞാൻ പോയാൽ പിന്നെ ഉംറ കഴിഞ്ഞ് നാട്ടിലേക്ക് വരരുത് ഉസ്താദേ, അവിടെ വെച്ചുകൊണ്ട് മരിക്കണം, അതിന് ദുആ ചെയ്യണം. അങ്ങനെ പറയരുതെന്നാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിനൊക്കെ പോകുമ്പോൾ യാത്ര പറയുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ ഒരു ആലങ്കാരിക പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹു അങ്ങനെ കണക്കാക്കണം, അങ്ങനെ തന്നെ അവിടുന്ന് മരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ ബേജാറാവും. വലിയ വർത്താനം പറയും, ഇന്ന അവിടുന്ന് മരിക്കാങ്ങളൊന്ന് ദ്വാരക്കണം. അങ്ങനെ പറയരുതെന്നാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ്? നബി തങ്ങൾ പറയുകയാണ്, വലാ യതമന്നയന്ന അഹദുക്കും, നിങ്ങളിൽ നിന്നുള്ള ആരും കൊതിക്കരുതേ അൽ മൗത, മരണത്തെ നിങ്ങൾ കൊതിക്കരുതേ. ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ ഖൈറാ,
അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ നല്ല മനുഷ്യന്മാരാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൂടെ ജീവിക്കലോടുകൂടെ നിങ്ങൾ ആ 1 വർഷത്തെ അമലുകൾ അധികരിപ്പിക്കാൻ നിങ്ങൾക്ക് കാരണമാകും. ഹജ്ജ് കഴിഞ്ഞ് വന്ന ഹംസ ഹാജി എത്ര കൊല്ലായി ഹജ്ജ് ചെയ്തിട്ട് അല്ലേ? 5 കൊല്ലായോ? കൂടുതലായിട്ടുണ്ട്. ഒരു 6-7 കൊല്ലായോ? അള്ളാഹുവെ, ആ കൊല്ലമത്രയും നിസ്കരിച്ചപ്പോ വെറും ഹംസാക്കല്ല നിസ്കരിച്ചത്. ആരാ നിസ്കരിച്ചത്? ഹജ്ജ് ചെയ്ത ഹംസ ഹാജിയാണ്. നിങ്ങളൊരു വർഷത്തെ നോമ്പനുഷ്ഠിച്ചാൽ വെറും ഹംസയല്ല നോമ്പനുഷ്ഠിച്ചത്, ഹജ്ജ് ചെയ്ത ഹാജിയായ ഹംസ ഹാജിയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി, പള്ള നിറച്ചും പറഞ്ഞോളി. അള്ളാഹുവേ തൗഫീഖ് നൽകണേ പടച്ചവനെ. ഉറക്കുന്ന ഇന്നത്തെ രാവ് നല്ല രാവാണ്, ദുആരക്കണ്ട രാവാണ്. ദുആർന്നോ പടച്ചവനെ ഖൈർ നൽകണേ അല്ലാഹുവേ. വ ഇമ്മാ മുസീഅൻ ഫലഅല്ലഹു അൻ യസ്തഅതിബ. നിങ്ങളൊരു തെറ്റുകാരാണെങ്കിൽ, നിങ്ങളുടെ തമ്മാടിയായ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ നന്നാവാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും മരണത്തെ കൊതിക്കല്ലേ. ചില ഉമ്മമാരൊക്കെ ഭർത്താക്കന്മാർ ദേഷ്യം പിടിച്ചാ പറയുന്നൊരു വർത്താനാണത്. ഞാനൊന്ന് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു, ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് സമാധാനാകുമല്ലോ. ഉമ്മമാരെ പറയരുത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, വേഗം മരിക്കണമെന്ന് പറയുന്നവരും വേഗം മരിക്കണമെന്ന് കൊതിക്കുന്നവരിലും അള്ളാഹു റഹ്മത്തിനെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. എൻ്റെ ഉമ്മമാരെ, ഭർത്താക്കന്മാരെന്തെങ്കിലും ശാഠ്യം പിടിക്കുമ്പോൾ, ദേഷ്യം പിടിക്കുമ്പോൾ അതിനെയല്ല കൊതിക്കേണ്ടത്, അതിനെയല്ല കൊതിക്കേണ്ടത്. ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബത്തിനോ അങ്ങനത്തെ ഒരവസ്ഥ നൽകരുതേ അല്ലാഹുവേ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ വിഷം കടിക്കുന്ന സഹോദരന്മാർ, എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ ഫാനിന്റെ മുകളിൽ കെട്ടിത്തൂക്കിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന സഹോദരിമാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം യതറദ്ദാ ഖാലിദൻ മുഖല്ലദാ. പുണ്യനബി തങ്ങൾ പറയാണ്, ആരെങ്കിലും പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് തായോട്ട് ചാടിയിട്ട് ആത്മഹത്യ ചെയ്താൽ, അങ്ങനെയായിരുന്നു പഴയകാല അറബികൾ ആത്മഹത്യ ചെയ്തിരുന്നത്. വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ അവർ കയറി നിൽക്കും, എന്നിട്ടവർ തായോട്ട് ചാടും. അതാണ് നബി തങ്ങളും പറഞ്ഞത്, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു. മലന്റെ മുകളിൽ നിന്ന് തായോട്ട് ചാടിയിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, അവരെത്ര തന്നെ നോമ്പ് നോറ്റിട്ടും കാര്യമില്ല, അവരെത്ര തന്നെ സകാത്ത് കൊടുത്തത് കൊണ്ടും കാര്യമില്ല, എത്ര കൊണ്ട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടും കാര്യമില്ല, അവർ നരകത്തിലാണ്. ഫഹുവ ഫീ നാരി ജഹന്നം യതറദ്ദാ ഖാലിദൻ മുഖല്ലദാ. അവൻ കത്തിജ്വലിക്കുന്ന നരകലോകമുണ്ടല്ലോ, തീനെയും മനുഷ്യനെയും കല്ലിനെയും കത്തിക്കപ്പെടുന്ന നരകലോകം, കിലോമീറ്ററുകളോളം മായമുള്ള നരകലോകം, തേളുകളും പാമ്പുകളും നിറഞ്ഞ നരകലോകം, വലിയ വലിയ അത്ഭുതങ്ങളും വലിയ വലിയ ശിക്ഷാമുറകളുമുള്ള നരകലോകം. ആ നരകലോകത്തിൽ അവൻ ഖാലിദൻ മുഖല്ലദാ. ആ നരകത്തിൽ ഇവൻ ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത്, അതേപോലെ അവൻ ആത്മഹത്യകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. ആത്മഹത്യയെ ചിന്തിക്കല്ലേ, ആത്മഹത്യ ചിന്തിക്കല്ലേ, ആഗ്രഹിക്കല്ലേ, കൊതിക്കല്ലേ. മഹാനാകുന്ന ജാബിർ തങ്ങൾ ഒരു ദിവസം നബി തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. ജാബിർ തങ്ങൾ നബി തങ്ങളുടെ അരികിലേക്ക് വന്നു. ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ആ ജനാസയുടെ കൊണ്ടുപോകുമ്പോൾ പുന്നാര നബി തങ്ങൾ ആ ജനാസയെ പിന്തുടരാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഒരു ജനാസ, ആ ജനാസയെ പിന്തുടരാൻ പുണ്യനബി തങ്ങൾ പുറപ്പെടുകയാണ്. അപ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹു ആ വഴിക്ക് വരുന്നത്. ജാബിർ തങ്ങൾ പറയാൻ, നബിയെ, ആ ജനാസ ആരുടേതെന്നറിയോ? അത് ഇന്ന വ്യക്തിയുടേതാണ്, അയാൾ ആത്മഹത്യ ചെയ്തതാണ് നബിയെ, അയാൾ ആത്മഹത്യ ചെയ്തതാണ് നബിയെ.
ഉടനെ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ? അനലാ ഉസല്ലി, അയാൾ ആത്മഹത്യ ചെയ്ത ആളാണോ എങ്കിൽ ഞാൻ അയാളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കൂല, നിസ്കരിക്കാൻ പറ്റൂല. ഈ ഒരു ഹദീസിനെ ആധാരമാക്കിയിട്ടാണ് അഹ്മദ് ഇമാം ആത്മഹത്യ ചെയ്തവർക്ക് നിസ്കരിക്കാറില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടല്ലോ, ആത്മഹത്യ ചെയ്തവരുടെ മയ്യത്ത് നിസ്കരിക്കാറില്ല. ഞാൻ വയക്കാടാ ജോലി ചെയ്യുന്നത്. വായക്കാട്ടുകാര് പറയാറുണ്ട്, ഉസ്താദെ ആത്മഹത്യ എന്നുള്ള വിവരം ജീവിതത്തിലൊരു കറാത്ത് പോലും ചെയ്യാത്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിലോട്ട് വന്നിട്ട് പറഞ്ഞാൽ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആത്മഹത്യ ചെയ്തവരുടെ മയ്യത്ത് നിസ്കരിക്കാറില്ല എന്ന് പറഞ്ഞ ശാഫിഈ മദ്ഹബിൽ മയ്യത്ത് നിസ്കരിക്കണം ആരെങ്കിലും ഒരാൾ. എല്ലാവരും ഫർളിൽ നിന്ന് വേണ്ടി ഇതെന്തിനാണ് അവരൊക്കെ മാറി നിൽക്കുന്നത്? സജറിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതവരെ മാറി നിൽക്കുമ്പോൾ ഇത് വലിയ പാപമാണെന്ന് മനസ്സിലാക്കും ജനങ്ങൾ. എന്നിട്ട് അതിൽ നിന്ന് വഴിമാറും. എൻ്റെ ഉമ്മമാരെ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എൻ്റെ ഉപ്പമാരെ, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എല്ലാം തരണം ചെയ്യാൻ കഴിയണം, ഒന്നും പ്രശ്നമല്ല എന്ന് ചിന്തിച്ചുകൊണ്ടെല്ലാം തട്ടി മാറ്റാൻ കഴിയണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. പിശാചാണതൊക്കെ, പിശാചിൻ്റെ അധികാരമാണ്, പിശാചിൻ്റെ ആധിപത്യമാണ്. അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അങ്ങനെയുള്ള മരണത്തിൽ നിന്ന് സാധുക്കളായി ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അപ്പം നല്ലൊരു മരണം നമുക്കുണ്ടാവണം. എന്തൊക്കെയാണ് വഴികൾ? ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നല്ല രാവിൽ, വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ, ജുമുഅക്കൊക്കെ സുജൂദ് കടന്ന് മരിക്കണോലൊക്കെ ഉണ്ടല്ലോ. ജുമുഅ സമയത്തിൽ സുജൂദിൽ കിടന്ന് മരിക്കുന്നവരുണ്ടല്ലോ. വെള്ളിയാഴ്ച രാവിൽ മരിക്കുന്ന ആളുകൾ എത്ര പേർ? ഞങ്ങളുടെ നാട്ടിലൊരു 50 കൊല്ലം ബാങ്ക് വിളിച്ചൊരു മൊല്ലാക്ക ഉണ്ടായിരുന്നു, മൊല്ലാക്ക അഹമ്മദ് മുസ്ലിയാർ. അവർ മരിച്ചെന്നാണെന്നറിയോ? കഴിഞ്ഞ നോമ്പ് 29-ാം രാവ്, വെള്ളിയാഴ്ച രാവ്, ഇശാ കഴിഞ്ഞിട്ട് 8:40 സമയമാണ്. ആ 8:40 അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വലാത്തിന് നേതൃത്വം വഹിച്ചത് മഹാനായ ഈ അഹമ്മദ് മൊല്ലാക്കയാണ്. കണ്ണിയത്ത് സാർ ചോറ് തിന്നാൽ ചോറിൻ്റെ ഒരു പിടി ബാക്കി വെക്കും. എന്നിട്ട് പറഞ്ഞു, അഹമ്മദേ ഇത് തിന്നോ, അനക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയും. ഞാൻ അയാളെ കൂടെ ജോലി ചെയ്തതാ. ഭയങ്കര ഇബാദത്താ. എപ്പോഴും അയാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. 3 കൊല്ലട്ടാ ദർസോദിയത്. 3 കൊല്ലാണ് അയാൾ ദർസോദിയത്. അയാൾക്ക് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാണ്. എങ്ങനെയെന്നറിയോ? ഹിഫ്ള് കോളേജിൽ പോയി പഠിച്ചതല്ല, ഓതി കാണാതെ പഠിച്ചതാണ്. ഇങ്ങനെ ഓതും ആ മനുഷ്യൻ. ഉറക്കം വന്നാൽ അങ്ങനെ, എന്നിട്ട് പിന്നെ വല്ലാതെ ഉറക്കം വരുമ്പോൾ അയാൾ പാണക്കാട്ടേക്ക് പോകും. ഞാൻ ചോദിക്കും, എമ്മട്ടിയിലാർ എന്തിനാ ഞങ്ങൾ പാണക്കാട്ട് പോണത്? ഇടയ്ക്കിടയ്ക്കൊരു പാണക്കാട്ട് പോകാൻ. എന്തിനാ ഉസ്താദേ പാണക്കാട് പോകുന്നത്? അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറയാറുള്ളത് എന്തെന്നറിയോ? ഉസ്താദെ ഇപ്പം അങ്ങനെ പാണക്കാട്ട് പോയി വന്ന ഒരു റാഹത്തുണ്ട്, എനിക്ക് പാണക്കാട്ട് പോകുന്നത് ഓതുമ്പം വല്ലാതെ ഉറക്കം തൂങ്ങാണ്, ആ ഉറക്കം ഇല്ലാതെയാവാനാണ്. ആലോചിച്ച് നോക്കിയാണ് മനുഷ്യന്മാരെ. മകളെ കെട്ടിക്കാനല്ല പോകുന്നത്, തടിക്ക് ആഫിയത്തുണ്ടാവാനല്ല, ബിസിനസ്സിൽ ബറക്കത്തുണ്ടാവാനല്ല പാണക്കാട്ടേക്ക് പോകുന്നത്. പാണക്കാട്ട് പോകുന്നത് ഓതുമ്പോ ഉറക്കം വരാതിരിക്കാൻ. മൻ വഖറൽ ഖുർആന ഫഖദ് വഖറഹുല്ലാഹ്. ബഹുമാനിക്കൂല പടച്ചോൻ. ആ മനുഷ്യനാണ് മരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലും അയാൾ നബി തങ്ങളുടെ മേൽ സലാം പറയുന്നൊരു രംഗുണ്ട്. കൈ ഇങ്ങനെ വിറച്ചിട്ടാണ് അയാൾ സലാം പറയാ. ഞാൻ 10 കൊല്ലം അനുഭവിച്ചവനാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അത് റമദാനിൽ പറയാറുള്ളത് 8:40 പഴയ പള്ളിയാണത്. സ്വലാത്ത് റമദാനിലും സ്വലാത്ത് ഉണ്ടാവും, പക്ഷേ റമദാൻ്റെ സ്വലാത്തും ഇശാഖ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്. അത് കഴിഞ്ഞിട്ടാണ് തറാവി ഉണ്ടാകുക. തറാവിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് 10 മണിയാകും. വയസ്സന്മാരെ ഉണ്ടാകുള്ളൂ. മനസ്സിലായിട്ടില്ലേ?
അതിൽ 8:40 ഇയാൾ സലാം പറയാറുള്ളത്. എന്നാൽ ആ 8:40 പതിവ് പോലെ വ്യാഴാഴ്ചയുടെ സ്വലാത്ത് കഴിഞ്ഞ് അന്ന് സലാം പറഞ്ഞത് ഈ വിനീതനാണ്. അത് കഴിഞ്ഞ് ഇശാഇന്റെ ജമാഅത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി വന്നിട്ട് പറയണത്, ഉസ്താദേ നിങ്ങളോട് ഇക്ര ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞ് എന്തേ അഹമ്മദ് കുട്ടി മുല്ലാക്ക ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഇശാ നിസ്കാരം കഴിഞ്ഞ് പാഞ്ഞ് പോയൊക്കെ ഞാൻ ചിരിച്ചങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ പോയി അഹമ്മദ് കുട്ടി മൊല്ലാക്കേന്ന് വിളിച്ചു പോയി. എൻ്റെ ഒരു പിതാവിനെ പോലെ എൻ്റെ കൂടെ നിന്ന മഹാനാണ്. എന്ത് വിഷമം വരുമ്പോഴും സാരല്ല ഉസ്താദേ എന്ന് പറഞ്ഞ മഹാനാണ്. ഞാൻ എൻ്റെ ഉപ്പച്ചിൻ്റെ സ്ഥാനത്ത് അയാളെ നിർത്തിയിരുന്നു. ചിരിച്ചങ്ങനെ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ അങ്ങനെയുള്ള മരണം ഞങ്ങൾക്കും നൽകണേ അല്ലാഹുവേ. അങ്ങനെയുള്ള മരണമാണ് നമുക്ക് വേണ്ടത്. മഹാന്മാരായ സയ്യിദന്മാരതാണ്, ഇവരെ ബഹുമാനിക്കണം. സ്നേഹിച്ചു വന്നാൽ നബിയെയും കുടുംബങ്ങളെ സൂക്ഷിക്കുമേഴു സ്ഥലങ്ങളിൽ ദുരിതങ്ങളെ മൗത്തും ഖബർ നശ്റും കിതാബും പിന്നെ മീസാൻ സ്വിറാ മീസാൻ ഹിസാബ് സ്വിറാത്തിതേഴും തന്നെ. മഹാന്മാരെ സ്നേഹിച്ചാലുള്ള ഫضലാണ്. അല്ലാഹുവേ അവരുടെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. ഒരു കാമ്യം പറഞ്ഞ പഠിച്ചോനെ നൽകണേ അല്ലാ. അപ്പോൾ ഒരു നല്ല മരണം നമുക്ക് വേണം. എന്താണ് വഴി എന്നറിയോ? ഞാനൊരു വഴി പറഞ്ഞു തരാം. രണ്ട് വഴി ഞാൻ പറഞ്ഞു തരാം. അതിൽ 2 ദിക്റുകളാണ്. ഒരു ദിക്റ് ചെല്ലേണ്ടത് മഗ്രിബിൻ്റെ സമയത്തിലാണ്. നല്ല മരണം സംഭവിക്കാൻ ഒരു ദിക്ർ ചൊല്ലേണ്ടത് വിശുദ്ധമായ മഗ്രിബിൻ്റെ സമയത്തിലാണ്. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സമയമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സമയമാണ്. പുണ്യനബി തങ്ങൾ പറയുകയാണ്, ആദം നബി അലൈഹിസ്സലാമിൻ്റെ പാപം പുറത്തു കൊടുത്ത വിശുദ്ധ സമയമാണ് മഗ്രിബിൻ്റെ സമയം. അസറിൻ്റെ നേരാണ് ആദം നബി അലൈഹിസ്സലാം പയം പറിച്ചത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ നമ്മുടെ വല്യമ്മ ഹവ്വ റളിയല്ലാഹു അൻഹാ പയം പറച്ചത് അസറിൻ്റെ സമയത്തിലാണ്. ഇന്നത്തെ ഖുതുബൻ്റെ ആയത്തതല്ലേ, നബാത്തിയ ഖുതുബൻ്റെ ആയത്തും അത് തന്നെയാണ്. മനുഷ്യന്മാരെ നിങ്ങളെ ഇബ്ലീസ് ഫിത്തനാക്കാതിരിക്കട്ടെ. നിങ്ങളുടെ വല്യപ്പയെയും വല്യമ്മയെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവനാണ്. ആ പയം പറച്ചതിൻ്റെ പേരിൽ അവരുടെ ഔറത്ത് വെളിവായി പോയി. ഔറത്ത് വെളിവായപ്പോഴാണ് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ആദമും ഹവ്വാ റളിയല്ലാഹു അൻഹായും എല്ലാ മരത്തിൻ്റെ അരികിലൂടെയും നടന്നു പോയത്. എല്ലാ മരത്തിൻ്റെ അടുത്തും പോയി ചോദിച്ചു, നിങ്ങൾക്ക് കുറച്ച് ഇല തരുമോ, ഞങ്ങൾക്ക് കുറച്ച് ഇല തരുമോ, ഞങ്ങൾ ഈ ഔറത്തൊന്നും മറക്കാനാണ്. ഒരൊറ്റ മരവും ഇല കൊടുത്തില്ല. ഒരൊറ്റ മരവും ആദമിനും ഹവ്വായിനും മരം ഒരു ഔറത്ത് മറക്കാനുള്ള ഇല കൊടുത്തില്ല. കാരണം അല്ലാഹു പറഞ്ഞതാണ്, വലാ തഖറബ ഹാദിഹി ഷജറ, ആ മരത്തേക്ക് നിങ്ങൾ അടുക്കരുത്. അവർ പറിച്ചു കഴിച്ചില്ലേ, കൊടുത്തില്ല, ഒരൊറ്റ മരവും കൊടുത്തില്ല, ഇല കൊടുത്തില്ല. അവസാനം ഈ രംഗം കണ്ടപ്പോ ഇല കൊടുത്തതാരെ, ഏത് മരമെന്നറിയോ? വത്തീനി വസ്സൈത്തൂൻ, അത്തിമരമുണ്ടല്ലോ, ആ അത്തിമരമാണ് ആദമിനും ഹവ്വായിനും ഔറത്ത് മറക്കാനുള്ള ഇല കൊടുത്തത്. എത്ര ഇല? കണ്ടമാനം ഇല കൊടുത്തില്ല, ആകെ 8 ഇല കൊടുക്കുകയാണ്. 8 ഇലയാണ് അവർക്ക് കൊടുത്തത്. ആ 8 ഇലയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം ഈ 8 ഇല ഇങ്ങനെ സ്വീകരിച്ച് അതിൽ നിന്ന് 5 ഇല ഹവ്വാ റളിയല്ലാഹു അൻഹാക്ക് കൊടുക്കുകയാണ്. 3 ഇല ആദമും എടുക്കുകയാണ്. അവരാണ് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഈ മൂന്ന് ഇലകൾ ആദമും 5 ഇലകൾ ഹവ്വാവും ധരിച്ചുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമി ലോകത്തിലേക്ക് മനുഷ്യന്മാർ കടന്നു വന്നത്. അതേ രീതിയിലാണ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ആളുകളെ നമ്മൾ ധരിപ്പിക്കുന്നതും. അല്ലേ നിങ്ങൾ പറഞ്ഞോളി ബാക്കി. ആ 3 ഇല ആണുങ്ങൾ ധരിക്കൽ എങ്ങനെയാണ്? 3 കഫംപുടയാണ്. ഹവ്വാ റളിയല്ലാഹു അൻഹാ 5 ഇല ധരിച്ചു. പെണ്ണുങ്ങളുടെ കഫംപുടകൾ 5 എണ്ണമാണ്. 1 ഇസാർ അരയുടുപ്പാണ്, 2 നീളക്കുപ്പായമാണ്, 3 മുഖമക്കനയാണ്, 4 5 ഒരു നീളത്തുണിയാണ്. മനസ്സിലായിട്ടില്ലേ? ആണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. 3 കഫംപുടയാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാ?
നീളക്കുപ്പായവും തലേക്കെട്ടും ധരിക്കുക. പക്ഷേ പുണ്യനബി തങ്ങളുടെ ജനാസ മറവ് ചെയ്യുമ്പോൾ നീളക്കുപ്പായത്തിൽ മറവ് ചെയ്തിട്ടില്ല. നബി തങ്ങളുടേത് 3 പരുക്കൻ തുണിയാൻ, 3 വെള്ള പരുക്കൻ തുണിയാൻ. ആ വെള്ള പരുക്കൻ തുണി ഉണ്ടല്ലോ, ഹബീബാ നബി തങ്ങളുടെ അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, സ്വഹാബ ഈ 3 വെള്ള പരുക്കൻ തുണി അത് മാത്രമേ അവസാനമുള്ളൂ. മഹാന്മാർ പറഞ്ഞല്ലോ, ആ കഫമുടെ നിങ്ങൾ എന്താക്കണം, എപ്പോഴും ആലോചിക്കണം. ആലോചിച്ചാൽ മതി, വാങ്ങി വെക്കൊന്നും വേണ്ട. വാങ്ങി വെക്കൽ നല്ല കാര്യമല്ല. ഇനി വാങ്ങി വെച്ചു എന്ന് കരുതിയിട്ട് കുഴപ്പമുണ്ട് എന്നല്ല. ഖബറ് കുഴിച്ചു വെക്കൽ നല്ല നന്മയാണ്. ഖബറ് കുഴിച്ചു വെക്കാം, നന്മയാണ്. കഫമുടെ ശേഖരിച്ചു വെക്കൽ നന്മയല്ല. ഇനി വാങ്ങി വെച്ചത് കൊണ്ട് കുഴപ്പമില്ല. തബറുക്കിൻ്റെതാണെങ്കിൽ തീരെ കുഴപ്പമില്ല, തബറുക്കിന് വേണ്ടി എടുത്തു വെക്കാം. മനസ്സിലായില്ല? കഫമുടയുടെ ഉത്ഭവം ഇങ്ങനെയാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആദം നബി അലൈഹിസ്സലാം ഭൂമി ലോകത്തിൽ വെച്ചുകൊണ്ട് ഒരുപാട് വർഷങ്ങളോളം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്ന് ആ കണ്ണിൽ നിന്നൊലിച്ച കണ്ണുനീർ തുള്ളികളിൽ നിന്നാണ് ഭൂമി ലോകത്തിൽ വെച്ചുകൊണ്ട് 3 വസ്തുക്കൾ അല്ലാഹു മുളപ്പിച്ചത്. ആ കണ്ണിന്നുള്ള കണ്ണീര് കൊണ്ടാണ്. ഏതൊക്കെയാണ്? 1 ഊദ്. ഊദിനെ അല്ലാഹു മുളപ്പിച്ചത് ആദമിൻ്റെ കണ്ണിൽ നിന്നാണ്. 2 ഇഞ്ചി, അതിനെയും അല്ലാഹു മുളപ്പിച്ചത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ കണ്ണിൽ നിന്നാണ്, കണ്ണുനീർ തുള്ളിയിൽ നിന്നാണ്. 3 ചന്ദനം, അതും ആദം നബി അലൈഹിസ്സലാമിൻ്റെ കണ്ണുനീരിൽ നിന്നാണ്. ഇത് 3 ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ഇന്ത്യയിലാണ്. നമ്മൾ സൗദിയെ പോയിട്ട് ആ ഊത് വാങ്ങുക, സൗദിയേക്ക് ഊത് കൊണ്ടുപോകണം, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ. അതാരും മനസ്സിലാക്കണില്ല. ഇവിടുത്തെ ഊതാണ്, ഇന്ത്യയിൽ ഊതാണ് ഏറ്റവും പവർഫുള്ളായ ഊത്. മഹാനായ ആദം നബി അലൈഹിസ്സലാം ആദ്യകാലം താമസിച്ചത് മുഴുവനും ഇന്ത്യയിലാണ്. ഹവ്വാ റളിയല്ലാഹു അൻഹ ജിദ്ദയിലുമാണ്. വല്യമ്മ താമസിച്ച സ്ഥലം അവിടെയാണ്. വല്യാപ്പത് ഇന്ത്യ വല്യാപ്പ താമസിച്ച മണ്ണാണ് ആദം നബി അലൈഹിസ്സലാം. ഏതായിരുന്നാലും ആദം നബി അലൈഹിസ്സലാം അന്ന് മുതൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആ അല്ലാഹു സ്വീകരിക്കുന്നത് ഒരു ദിവസത്തെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുമ്പോൾ, അസ്തമിച്ച സൂര്യൻ്റെ അസ്തമാനം പൂർണ്ണമായപ്പോഴാണ് അല്ലാഹു ആദം നബിയുടെ തൗബ സ്വീകരിക്കുന്നത്. അതാണ് മഗ്രിബിൻ്റെ ബാങ്ക്. ഹയ്യ അലസ്സലാ. ആ സമയമാണ്. ആ സമയത്തിൽ പള്ളിയിലേക്ക് ഓടണം. ആ ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടരുത്. ഒരൊറ്റ ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടരുതിട്ട്. ഞാൻ ആ ബാങ്ക് എന്ന് പറയുമ്പോൾ എൻ്റെ വിഷയത്തിലേക്ക് ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടിയാണ്. ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കരുത്. ആരെങ്കിലും ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവന് മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകുകയില്ല, കരിമ ചൊല്ലാൻ കഴിയുകയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂല. ആര് പറഞ്ഞെന്നിട്ടും കാര്യമില്ല, കലിമ അവനെ കൊണ്ട് ചെല്ലാൻ സാധിക്കുകയില്ല. ബാങ്ക് വിളിക്കുമ്പോൾ ലാ ഇലാഹ സംസാരിച്ചു കഴിഞ്ഞാൽ, ഈ ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ മൊല്ലാക്കൻ്റെ ഡ്യൂട്ടിയല്ല, മൊല്ലാക്കൻ്റെ പണിയല്ല. അത് അല്ലാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹിൻ്റെ സംസാരം നമുക്ക് കേൾക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് മനുഷ്യന്മാരിലൂടെ കൊണ്ടുവരുന്നത്. അതാണ് മൊല്ലാക്കന്മാർക്ക് അല്ലാഹു ഇത്രയും സ്ഥാനം കൊടുത്തത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഇമാമിനേക്കാൾ സ്ഥാനം മൊല്ലാക്കക്കാണ്. ആ മൊല്ലാക്ക അങ്ങനെ വിളിക്കുന്നത് അള്ളാഹിന്റെ വിളിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സൈദിന് അറിയിച്ചു കൊടുത്ത വിളിയാണ്. ആ വിളി കേൾക്കുമ്പോൾ മിണ്ടാൻ പാടില്ല. പടച്ചോന്റെ വിളിയല്ലേ, മിണ്ടരുത്. മിണ്ടിയാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാലും ആ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അത് ബാങ്ക് കൊടുത്തവനും സുന്നത്താണ്, കേട്ടവർക്കും സുന്നത്താണെന്നാൽ അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, സ്വഹാബ നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്തിൽ നിന്നുള്ള ഒരു ബിതാഖത്ത് നിങ്ങളുടെ കയ്യിൽ വേണോ? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പാസ് വേണോ? സ്വർഗത്തേക്ക് കടക്കാനുള്ള പാസ്. ബദറത് ലഹു ബിതാഖത്തുൻ. ഈ ദുആ എങ്ങാനും ആരെങ്കിലും ദുആ ചെയ്താൽ, ഏത് ദുആ കേട്ടോളൂ. മഹാനാകുന്ന ഇമാം ഖുർദി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഏത് ദുആ?
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തഅമതൊക്കെ ദുആറിനതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂലൻ വബിൽ ഖുർആനി ഇമാമൻ വബിൽ കഅബതി ഖിബ്ല اللهم اكتب شهادتي هذه في عليين واشهد عليها ملائكتك المقربين وانبياءك المرسلين وعبادك الصالحين واختم عليها بآمين واجعل لي عهدا عندك توافينه يوم القيامة إنك لا تخلف الميعاد. മൗലിയാർ കാണാതെ ചൊല്ലിയത് എന്താണെന്നറിയോ? മൗലിയാർ ഇതൊരു 5 വർഷം മുമ്പ് കേട്ടതല്ല, ഒരൊറ്റ മാസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ ഹദീസ് കണ്ടിട്ട്. കണ്ടപാടൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു 3 ദിവസം മെനക്കെട്ട് നോക്കി പഠിച്ചു. 3 ദിവസം ബാങ്ക് കൊടുക്കുമ്പോൾ നോക്കി ചൊല്ലി, 4ാമത്തെ ദിവസം നോക്കേണ്ടി വന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ അവസ്ഥ. ഒരു 3 ദിവസം ഇടങ്ങേറാവും. 3 ദിവസം തന്നെ നമ്മൾ 15 വട്ടം ചെല്ലും, ഓരോ ബാങ്കിലും ചെല്ലല്ലോ. ഇത് ചൊല്ലിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്തെന്നറിയോ? ബദറത്ത് ലഹു ബിതാഖത്തുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തായ് ഭാഗത്തിൽ നിന്നൊരു ബിതാഖത്ത് ഇവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ബിതാഖത്താണ്, ഒരു കാർഡ് തരുന്നതാണ്. എന്താണ് ആ കാർഡിലുള്ളതെന്നറിയോ? ഇതാ ഹംസ ഹാജി നരകത്തിൽ നിന്ന് മോചിതനാണ്. നരകമില്ല, മോചിതനാണ്. കീശേ കിട്ടു. പിറ്റേത്തെ അസറിൻ്റെ സമയത്തിൽ എന്തുവായിരുന്നു? കാർഡ് പിന്നെയും കീശേ കിട്ടു, പിന്നെയും കീശേ കിട്ടു, പിന്നെയും കീശേ കിട്ടു. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് അവസാനം നാളെ റബ്ബിൻ്റെ കോടതിയിലോട്ട് ചെല്ലുമ്പോൾ മാലാക്കന്മാർ ഈ കാർഡുകളെല്ലാം എടുത്ത് അല്ലാഹുവിനോട് പറയാൻ, പടച്ചോനെ, ഇയാൾ നരകത്തിൽ നിന്ന് മോചിതനാണല്ലോ, ഇയാളുടെ കയ്യിൽ ബിതാഖത്തുണ്ടല്ലോ. ആ മനുഷ്യനെ അല്ലാഹു സ്വർഗലോകത്തിലോട്ട് കടത്തിക്കൊണ്ടുപോകുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യൻ വബിൽ ഖുർആനി ഇമാമൻ വബിൽ കഅബതി ഖിബ്ല അല്ലാഹുമ്മ അക്തുബ് ഷഹാദതി ഹാദിഹി ഫീ ഇല്ലിയീൻ وأشهد عليها ملائكتك المقربين وأنبياءك المرسلين وعبادك الصالحين واختم عليها بآمين واجعل لي عهدا عندك توافينه يوم القيامة إنك لا تخلف الميعاد. ഈ ദുആ വേണോ? ഈ ദുആ ആവശ്യമുള്ളവർ കൈബന്ധിച്ചേ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹാഫിൽ ഉസ്താദിൻ്റെ കയ്യിൽ ഞാനത് കൊടുക്കും. എൻ്റെ ശരീക്കാണവർ, അവരുടെ കയ്യിൽ നിങ്ങൾ അന്വേഷിക്കണം. എനിക്ക് എല്ലാവരുടെ നമ്പറിലേക്കും ഫോർവേഡ് ചെയ്യാൻ കഴിയില്ല. ഹാഫിൽ ഉസ്താദിൻ്റെ ഫോണിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്യും. ഹാഫിസ്ഥാൻ അറിയില്ലേ? നിങ്ങളുടെ നാട്ടുകാരൻ. 11 കൊല്ലമായി അദ്ദേഹം ഇവിടെ. അല്ലാഹുവേ റാഹത്ത് കൊടുക്കണേ തമ്പുരാനെ, അല്ലാഹുവേ സന്തോഷം നൽകണേ അല്ലാഹുവേ. അപ്പം മഗ്രിബിൻ്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ദുആഇനെ ദുആ ചെയ്യണം. എന്നിട്ട് പള്ളിയിലേക്ക് ഓടണം. മൻ തതഹറ ഫീ ബൈതിഹി സുമ്മ മളാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ കാനത് ഖുതുവാതുഹു ഇഹ്ദാഹാ തഹത്തു ഖതിയതൻ വൽ ഉഖറാ തർഫഉ ദറജാത്. മഗ്രിബ് ബാങ്ക് അങ്ങ് കേൾക്കുമ്പോൾ എവിടെയാണെങ്കിലും അവിടെ നിന്നിട്ട് ആണുങ്ങൾ പള്ളിയിലേക്ക് ഓടണം. ഓടിയാൽ ആദ്യത്തെ കാലുകൊണ്ട് അല്ലാഹു അവൻ്റെ പാപം പൊറുക്കപ്പെടുന്നതാണ്. 2ാമത്തെ വലത്തെ കാലുകൊണ്ട് അവൻ്റെ ദർജ അല്ലാഹു ഉയർത്തുന്നതാണ്. ഓടിപ്പോകണം പള്ളിയിലേക്ക്. പെണ്ണുങ്ങളാണോ പണികളെല്ലാം നിർത്തിയിട്ട് എൻ്റെ ഉമ്മമാരെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കണമെന്ന് പൂതിയുണ്ടോ? പുതിയാപ്പളുടെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളാതിരിക്കാൻ എന്തൊക്കെ പണി നമ്മളെടുക്കും അല്ലേ? പുതിയാപ്പള വരുമ്പോൾ ചീത്ത പറയും, കറി നന്നായിട്ടില്ലെങ്കിൽ. എന്നാലോ ഉച്ചക്കത്തെ കറി വല്ലാണ്ട് നന്നാക്കൂല, കാരണം ഉച്ചക്കാരുമില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ കൂടുള്ളൂ. വൈകുന്നേരം വരുമ്പം പുതിയാപ്പള വരുമ്പോൾ കറി നന്നായിട്ടില്ലെങ്കിൽ ദേഷ്യം പിടിക്കും. എത്ര വട്ടം അതിൻ്റെ രുചി നോക്കും നാം, എത്ര വട്ടം അങ്ങനെ നക്കി നോക്കും എന്ന് പറയും. ചിലപ്പോൾ നക്കി നോക്കും പറയും പണ്ടാര പയപ്പോൾ വരും, അങ്ങനെ പറയും. അതിലൊന്നും ഒരു ഫലമില്ല കേട്ടോ, വേറെ കഥ. മനസ്സിലായോ? ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അള്ളാഹു സ്വീകരിക്കുന്നത്. അവിടെ നമ്മൾ അത്രയും
കൂടുതലായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അങ്ങാടിക്കിറങ്ങുമ്പോൾ നമ്മൾ എത്ര വട്ടം മുടി ചീരും? ആൾക്കാർ കാണുന്ന പഠിച്ചിട്ടല്ലേ? നല്ല വസ്ത്രം ധരിക്കൂലേ? എനിക്കിപ്പോൾ ചൂടും പുകയും എടുക്കുന്നുണ്ട്, രണ്ടും പോളിസ്റ്ററാ. ഇതെന്തുകൊണ്ട് ഞാൻ ഒന്ന് മടുക്കത്തൊന്ന് കുത്തട്ടെ? ആൾക്കാർ കാണുന്ന ചോദിച്ചിട്ടല്ലേ? ആലോചിച്ച് നോക്കിയാണ് എത്ര വട്ടം അങ്ങാടി പറഞ്ഞിട്ട് മുടി വാരലൊക്കെ സുന്നത്താണ്. ഇപ്പോൾ മുടിനെ നീട്ടണേ പറ്റിയ ഓരോരുത്തർ ചോദ്യം. മുടി നീട്ടൽ 3 കോലത്തിലാണ്: ലുഫ്രത്ത്, ലുമ്മത്ത്, ജുമ്മത്ത്. ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന മുടി, ചെവിക്കുഞ്ഞി വരെ നീണ്ട മുടി, ചെവിക്കുന്നിയിൽ നിന്നൽപ്പം തായോട്ട് നീണ്ട മുടി. ഇതൊക്കെ നബി തങ്ങൾ നീട്ടിയതാണ്. പക്ഷേ നീട്ടണേന് തറക്കേടില്ല, ചീർപ്പ് കൊണ്ട് വാരണം, വാർന്നൊതുക്കി വെക്കണം. ഇല്ലാത്തവൻ പിശാചിൻ്റെ കൂട്ടുകാരനാണ്. മുടി നീട്ടിയാൽ ശരിക്കും ഇങ്ങനെ വാർന്ന് മര്യാദയ്ക്ക് വെക്കണം. ചീർപ്പ് കൊണ്ട് വാരൽ സുന്നത്താണ്. ഗിബ്ബൻ നിലക്ക് സുന്നത്താണ്. ഗിബ്ബൻ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഉപകാരം കഴിയുമ്പോൾ രണ്ടാമത്. എപ്പോഴും വാരണം എന്നല്ല, എപ്പോഴും ഇങ്ങനെ വാരണം എന്നല്ല. ഒന്നിൻ്റെ ഉപകാരം കഴിഞ്ഞാൽ പിന്നെയും പുണ്യ നബിത്തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്ക് പോകുമ്പോൾ നബിത്തങ്ങൾ ചീർപ്പ് കയ്യിൽ പിടിച്ചിരുന്നു. നബി യാത്രക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതൊക്കെയാണ്. നബി എന്ത് രസാന്നറിയോ ഹബീബിനെ കാണാൻ? പരന്ന നെറ്റിയാണ് നബി തങ്ങളുടേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുടി ഇവിടെ നിന്നെടുത്താൽ ഇവിടം വരെ വരും, അതും കറുത്ത മുടിയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കണ്ണിൻ്റെ പിരികകൾ വില്ല് പോലെ വളഞ്ഞതാണ്. ഇവിടേക്ക് ഇങ്ങോട്ട് ചേർന്നിട്ടില്ല, ഇവിടെ കുറച്ച് ഒഴിവുണ്ട്. ആ ഒഴിവുള്ള ഭാഗത്തിലൂടെ മൂർത്താവിലൂടെ ഒരു നരമ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് നരമ്പ് ഇങ്ങനെ തെളിഞ്ഞു കാണും. ദേഷ്യം പിടിക്കുമ്പോൾ ആ നരമ്പ് വണ്ണം വെക്കും. അപ്പോഴാണ് സ്വഹാബത്ത് പറയാറുള്ളത്, അല്ലാഹുവിൻ്റെ റസൂൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജസദുണ്ടല്ലോ, നെഞ്ചിനോട് സമമായിട്ടാണ് വയറും. നബിയുടെ ശരീരല്ലേ, നെഞ്ചിനോട് സമമായിട്ടാണ് വയറും. നമ്മളിത് പറഞ്ഞാങ്ങൻ്റെ മാതിരിയാണ്. തൽക്കാണില്ലാതെ കിടക്കാൻ പറ്റുമോ? നമ്മളൊക്കെ വയറ് ചാടിയിട്ടല്ലേ. പുണ്യ നബി തങ്ങളുടെ ശരീരം അങ്ങനെയാണ്. കാലിൻ്റെ ഭാഗം നല്ല മാംസമുള്ള കാലിൻ്റെ ഭാഗമാണ്, പാകമുള്ള തടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് മാത്രമായിരുന്നു രോമമുണ്ടായിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കൺതടങ്ങൾ എപ്പോഴും സുറുമ തേച്ചതുപോലെയുള്ള കൺതടമാണ്. പുണ്യ നബി തങ്ങളുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചുവപ്പ് കലർന്ന ഒരടയാളമുണ്ടായിരുന്നു. നമ്മൾ വെള്ളല്ലേ, ആ വെള്ളൻ്റെ ഭാഗത്തിൽ ഒരു ചെറുങ്ങനെ ലൈറ്റ് ചുവപ്പുണ്ടായിരുന്നു. അത് കാണാൻ വല്ലാത്ത സൗന്ദര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ധരിക്കാറുള്ളത് നീളക്കുപ്പായമാണ്. നബിയുടെ നടത്തവും നബി തങ്ങളുടെ ചലനവും എല്ലാം കാണാൻ രസമാണ്. പുണ്യ നബി തങ്ങൾ നടന്നു പോകുമ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ ദൂരെ നിന്ന് നോക്കി നിൽക്കും. നബി തങ്ങൾ നല്ല ഭംഗിയിലൂടെയാണ് നടന്നിരുന്നത്. ആ നബി തങ്ങൾ നടന്നു പോകുമ്പോൾ യാത്രയിൽ ചീർപ്പ് നബി തങ്ങൾ ഉപയോഗിക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് നമ്മളെ നാടിൻ്റെയും നമ്മളെ പ്രദേശത്തിൻ്റെ ഒക്കെ കോലം എങ്ങനെ ഉണ്ടാവും. നബി ഒരു കുളിക്കാതെ അങ്ങനെ ഫക്കീർണമായിട്ട് ഇങ്ങനെ നടക്കണേൽ നബിയെ ഇത്തിബാവ് ചെയ്യണമെന്നല്ലേ. നമ്മളൊക്കെ കൂടി അങ്ങനെ നടന്ന എന്തേക്കും അവസ്ഥ, പള്ളിയിലൊക്കെ വന്നാൽ എന്തേക്കും അതിൻ്റെ അവസ്ഥ ഉണ്ടാകുക? ആലോചിച്ച് നോക്കിയാണ്. നബി ചീർപ്പ് ഉപയോഗിക്കും, എണ്ണ ഉപയോഗിക്കും, അതുപോലെ യാത്രയിൽ കണ്ണാടി ഉപയോഗിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ നമ്മളൊക്കെ മറിച്ചേക്കുന്നു? അല്ലാഹു അതിൻ്റെ അർത്ഥം എന്താണ്? നല്ല ഭംഗിയിൽ നടക്കണമെന്നാണ്. ഭംഗി എന്നുള്ളത് അഹങ്കാരമല്ല. അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. അള്ളാഹുവേ റാഹത്ത് നൽകണേ തമ്പുരാൻ. ഇപ്പം നമ്മളെ നാട്ടിൽ ഒരു നല്ല തുണി കുപ്പായിട്ട വലിയൊരു ഓൻ്റെ പത്രാസ് പൊന്നാരൻ്റെ എണ്ണിയോ അതൊക്കെ നിർത്തണം. നേരെ മറിച്ച് കുപ്പായത്തിൻ്റെ കൊടുക്കിടാതെ നടന്നാലോ ഓനൊരു സാധു ആട്ടോ. അങ്ങനെയല്ല, ഉള്ളത് ഭംഗിയാക്കണം. അള്ളാഹു ഖൈർ നൽകട്ടെ. ഒരു ഫാൻ്റെ ഒക്കെ ധരിക്കുകയാണെങ്കിൽ ഇന്നൊക്കെ ചെയ്ത് ഒരു ഭംഗിയിൽ നല്ലൊരു 5 റുപ്യൻ്റെ അത്രയൊക്കെ തേച്ച് നല്ല ഭംഗി നടക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദര, ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധമായ മഗ്രിബിൻ്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് ഓടിക്കോ. എവിടെയാണെങ്കിലും വിശുദ്ധമായ പള്ളിയിലോട്ട് ജമാഅത്തിന് വരണം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ജമാഅത്തിന് വരാത്ത മനുഷ്യന്മാർ, പുണ്യ നബി തങ്ങളൊരു ഹദീസുണ്ട്, ഈ ഹദീസ് ഇഹ്യയിൽ വന്നിട്ടുണ്ട്, ഇത് ലഈഫാണെന്ന് പറഞ്ഞ് തള്ളല്ലേ. ഇത് മൗദൂആയ ഹദീസ് അല്ലല്ലോ, ഇത് ലഈഫ് അല്ലയോ.
ലഈഫാണെന്ന് പറഞ്ഞ് തള്ളല്ലേ. ഇത് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഏതാണ് ആ ഹദീസ് എന്നറിയോ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബ, നിങ്ങൾ യഹൂദികളോടും നസ്രാനികളോടും വേണമെങ്കിൽ സലാം പറഞ്ഞോ. സല്ലിമു അലൽ യഹൂദി വൻ നസ്വാറ. നോക്കണേ നോക്കണേ നോക്കണേ, ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും നിങ്ങൾ വേണമെങ്കിൽ സലാം പറഞ്ഞോളൂ. ജൂതന്മാരോടും നസ്രാണികളോടും നിങ്ങൾ വേണമെങ്കിൽ സലാം പറഞ്ഞോളൂ. വലാ തുസല്ലിമു അലൽ യഹൂദി വൻ നസ്വാറ മിൻ ഉമ്മത്തി. എൻ്റെ ഉമ്മത്തിങ്ങളിലുണ്ട് ചില ജൂതന്മാർ, ചില നസ്രാണികൾ, അവരോട് നിങ്ങൾ സലാം പറയരുതേ. അവരോട് നിങ്ങൾ സലാം പറയാൻ പാടില്ല. ഖീല, ചോദിക്കുകയാണ്, മൽ യഹൂദു വൻ നസ്വാറ മിൻ ഉമ്മത്തിക. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങേരുടെ ഉമ്മത്തിങ്ങളിലുള്ള ജൂതന്മാരും നസ്രാണികളും ആരാണ് നബിയെ? പറഞ്ഞു തരും യാ റസൂലല്ലാഹ്. ഉടനെ തന്നെ ഖാല, നബി തങ്ങൾ പറയുകയാണ്, അല്ലദീന, അവരൊരു വിഭാഗം മനുഷ്യന്മാരാണ്, യസ്മഊനൽ അദാന വൽ ഇഖാമ, പള്ളിയിൽ നിന്ന് ബാങ്കും ഇഖാമത്തും അവർ കേൾക്കുന്നുണ്ട്. പക്ഷേ വലാ യഹ്ളറൂനൽ ജമാഅ, ജമാഅത്തിന് അവർക്ക് പങ്കെടുക്കാൻ തോന്നുന്നില്ല. അങ്ങാടിയിൽ നിന്ന് കയറിപ്പോകാൻ കഴിയണില്ല. കമ്മിറ്റി യോഗം നിർത്താൻ കഴിയുന്നില്ല. സംഘടനയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നോട്ടീസ് ഒട്ടിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒട്ടിച്ച് തീരട്ടെ എന്ന് കരുതുകയാണ്. പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ എല്ലാം നിർത്തണം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നല്ല സംഘടനാ പ്രവർത്തനമൊന്നും. സംഘടനാ പ്രവർത്തനം നന്മയാണ്, കൂലിയാണ്, സവാബാണ്, പ്രതിഫലമാണ്. എന്നാൽ ബാങ്ക് കൊടുത്തിട്ട് മദ്രസൻ്റെ ഉള്ളിൽ പറ്റൂല. അതെൻ്റെ ഉമ്മത്തീങ്ങളിലുള്ള ജൂതന്മാരാണവർ, എൻ്റെ ഉമ്മത്തീങ്ങളിലുള്ള നസ്രാനികളാണവർ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം പിശാച് പഠിപ്പിക്കുകയാണ്. ബാങ്ക് കൊടുത്തോ, അവിടെ വിഴി നിൽക്കരുത്, പള്ളിക്ക് പോകണം. പിന്നെയും വേറെയും ഒരു ഹദീസുണ്ട്. നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, മൻ സമിഅൽ അദാൻ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയും വലം യഹ്ളുരിൽ ജമാഅ, അവർ ജമാഅത്തിന് പങ്കെടുക്കുന്നും ഇല്ലെങ്കിൽ, ഫകഅന്നമാ സനാ മഅ ഉമ്മിഹി, അവൻ്റെ ഉമ്മാൻ്റെ കൂടെ വ്യഭിചരിച്ചതിന് സമമാണ്. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിലേക്ക് പോകാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അത് ഉമ്മയെ വ്യഭിചരിച്ചതുപോലെയാണ്. പടച്ചോനെ കാത്തുരക്ഷിക്കണേ റബ്ബേ. ബാങ്ക് കൊടുത്ത ഓടണം, പള്ളിയിലേക്ക് ഓടണം. ഈമാനോടുകൂടെ മരിക്കണമെന്ന് കൊതിക്കുന്ന ആണുങ്ങളെ പള്ളിക്ക് ഓടിക്കോളൂ. പെണ്ണുങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടണേ, വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടണേ. അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ തമ്പുരാനെ. എന്നിട്ടോ മഗ്രിബിൻ്റെ ബാങ്ക് വിളിച്ച് നിങ്ങൾ പള്ളിയിലേക്ക് ഓടിയാൽ മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെയായി പുണ്യ നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു 2 റക്അത്ത് നിസ്കരിക്കണേ. ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കണമെന്ന് കൊതിക്കുന്നവർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മഗ്രിബ് നിസ്കാരത്തിൻ്റെ മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കരിക്കണേ. കുഞ്ഞു മക്കള് പിന്നെ അതിൻ്റെ മുകളിൽ കയറി കുത്തിരിക്കരുതേ, ഇങ്ങോട്ട് വീണു. അള്ളാഹുവേ ഖൈർ നൽകണേ. ഇങ്ങോട്ട് നോക്കേ, ഖൈർ നൽകണേ അല്ലാ. മഗ്രിബിൻ്റെ മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കരിക്കണം. സുന്നത്തുണ്ട്, സുന്നത്താണ്. ഇവിടെ നിസ്കരിക്കലുണ്ടാവും അല്ലേ? ഇവിടെ നിസ്കരിക്കലുണ്ടാവും. അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. പുണ്യ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സ്വല്ലൂ ഖബ്ല സ്വലാത്തുൽ മഗ്രിബി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ മഗ്രിബിൻ്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണേ. ഈ പറച്ചിൽ 2 തവണ നബി തങ്ങൾ ആവർത്തിച്ചു. 3ാമത്തെ തവണ നബി തങ്ങൾ പറയുകയാണ്, ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രധാനപ്പെട്ട സുന്നത്താകുമെന്ന് അവർ കരുതാതിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിസ്കരിക്കണേ. ഈമാൻ കൊതിക്കുന്നവരെ, ഈമാനോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ മഗ്രിബിൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അത് പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. ഇതൊന്നും ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല,
പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാൽ മഹാനാകുന്ന അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്, ഞങ്ങൾ മദീനയിലായിരിക്കുമ്പോൾ ഖാല കുന്നാ ബിൽ മദീനതി ഫഇദാ അദ്ദനൽ മുഅദ്ദിനു ലിസ്വലാത്തിൽ മഗ്രിബി, മഗ്രിബിന് വേണ്ടി ബാങ്ക് വിളിക്കുന്ന ബിലാൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഇദാ അദ്ദനൽ മുഅദ്ദിനു, ബാങ്ക് വിളിക്കുന്നവർ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇബ്തദറുസ്സവാരിയ, സഹാബത്തെല്ലാവരും തൂണിൻ്റെ അരികിലേക്ക് ഓടുന്നതാണ്. തൂണിൻ്റെ അരികിലേക്ക് ഓടും. എന്തിന്? മറയോടുകൂടെ നിസ്കരിക്കാൻ. അങ്ങനെ നിസ്കരിക്കേണ്ടത്. നിസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ മറ വേണം. ആ മറ തന്നെ 3 മുഴത്തിനേക്കാൾ അധികരിക്കാൻ പാടില്ല. മറ വേണം. മറ വെച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. എന്നാലോ ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ചില ആൾക്കാർ പറയാണ്, ഉസ്താദേ കുറച്ച് കയറി നിൽക്കി, ഞങ്ങൾക്കും ഇവിടെ മറട്ടണേ, ചുമര് മറ. എന്തിനാ അങ്ങനെ? ചുമര് വേണ്ട, ബാക്കിൽ നിൽക്കുന്നവൻ്റെ മറ ഇമാമിൻ്റെ മറയാണ്. ഒറ്റ മറ മതി. ഇമാമിൻ്റെ മറയാണ് ബാക്കിൽ നിൽക്കുന്നവൻ്റെ മറ. മനസ്സിലായിട്ടില്ലേ? പഴയ പള്ളിയിലൊക്കെ അങ്ങനെയാണ്. പഴയ പള്ളികളിലൊക്കെ അങ്ങനെ 4 ചുമരുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മിഹ്റാബ് ഉണ്ടാക്കുക. എന്നിട്ട് ഇമാം അവിടെ നിന്ന് പിന്നെ ബാക്കിൽ ഒരു സഫ് ഒഴിഞ്ഞിട്ടാണ് മുഅ്മിനീങ്ങൾ ഉണ്ടാകുക. ഏറ്റവും വലിയ തെളിവല്ലയോ പൊന്നാനി പള്ളിയിൽ, പൊന്നാനി പള്ളിയിലും മാതൃകയാണ്. പൊന്നാനി പള്ളിയുടെ മിമ്പറ മദീനയിലുള്ള മിമ്പറ പോലെയാണ്. 7 പടവാണ് മദീനയിലുള്ള മിമ്പറ പോലെ. 5ാമത്തെ പടവിൽ നിൽക്കും, 7ാമത്തെ പടവിൽ ഖതീബ് ഇരിക്കും. എന്നിട്ട് ഖുതുബ ഓതും 5ാമത്തെ. പൊന്നാനിപ്പള്ളി എന്ന് പറഞ്ഞാൽ മക്കയാണല്ലോ, ഇന്ത്യയിലെ മക്കയാണ് പൊന്നാനിപ്പള്ളി. എന്തുകൊണ്ട്? പൊന്നാനിപ്പള്ളിയുടെ കവാടങ്ങൾ അടക്കപ്പെടില്ല മക്കത്തെ പോലെ. ആർക്കും ഏത് പാതിരാ നേരത്തും പോയി ഇബാദത്ത് ചെയ്യാം. പൊന്നാനിയിലെ പള്ളിയിലെ വാതിൽ ഒരൊറ്റൊന്നും അടക്കൂല. ഒരു വാതിൽ മാത്രം അടച്ചു കിടക്കും. അതേതാണ്? നേരെ സെൻട്രലിലുള്ള വാതിൽ. ആ വാതിൽ മാത്രമേ അടക്കുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, പൊന്നാനിത്തെ വാതിൽ മുഴുവൻ വല്ലാക്ക് അടക്കണം എന്നുണ്ടെങ്കിൽ ഓരോ വക്ത് കഴിഞ്ഞ് അടച്ചിങ്ങനെ വന്നാൽ അവസാനം പിന്നെന്താ, ഇപ്പുറത്തെത്തുമ്പോൾ 2ാമത്തെ വാങ്ങ് കൊടുക്കാൻ സമയമാവും. അതൊന്നല്ല, അതടക്കുകയല്ല, ഒരൊറ്റ വാതിൽ ഇങ്ങനെ അടക്കും. ആ നേരെ മുമ്പിലുള്ള വാതിൽ, അതിന് 500 കൊല്ലത്തെ പഴക്കമുണ്ട്. ആ പൊന്നാനിയുടെ അകമ്പള്ളിക്ക്. അതിൻ്റെ പുറം പള്ളിക്ക് 300 ചില്ലാനും കൊല്ലം പഴക്കമുണ്ട്. ആ അകമ്പള്ളിയുടെ വാതിൽ മാത്രമാണ് അടക്കുന്നത്. ആ അടക്കുന്ന വാതിൽ ആകെ തുറക്കുക ഓരോ വക്തിനും ബാങ്ക് കൊടുക്കാൻ പോകുമ്പോഴാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ ആ വാതിൽ ഇങ്ങനെ തുറക്കും. ജമാഅത്ത് കഴിഞ്ഞാൽ ആ വാതിലടക്കും. ഒറ്റ വാതിൽ. പിന്നെ 2ാമത് തുറക്കുന്നത് ജുമുഅയുടെ ദിവസമാണ്. അന്നും തുറന്നിടും അസർ വരെ. 3ാമത് തുറക്കുന്നത് ഒറ്റപ്പെട്ട രാവുകളിലാണ്. 4 പെരുന്നാളിൻ്റെ അന്നാണ്. പെരുന്നാളന്ന് ഫുള്ള് തുറന്നിടും. അല്ലാത്ത സമയം മുഴുവനും കയറി വരുന്ന സദസ്സിന് മുമ്പിലുള്ള ആ കവാടം അടച്ചു കിടക്കുന്നതാണ്. എന്തുകൊണ്ട്? ഈ പള്ളി നിർമ്മിച്ചപ്പോൾ ഈ പള്ളിയുടെ 1.5-2 കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈ വാതിലിനോട് സമമായൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ വാതിലും ഈ പള്ളിയുടെ വാതിലും അഭിമുഖമായി വന്നു. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന് ഒരുപാട് പ്രയാസങ്ങൾ സംഭവിച്ചു. അപ്പോഴാണ് അവിടെ താളുകൾ വന്ന് മഹാനായ മഖ്ദൂം തങ്ങളോട് പറയുന്നത്, എന്തൊക്കെയോ പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴാണ് മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, നമ്മെക്കൊണ്ട് മറ്റുള്ള ഒരു മതക്കാർക്കും ഒരു വിഷമമുണ്ടാവാൻ പാടില്ല, ഒരു ബുദ്ധിമുട്ട് സംഭവിക്കാൻ പാടില്ല. അടച്ചിടണം ആ വാതിൽ തുറക്കരുതെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. എങ്ങനെ തോന്നുന്നടാ അയൽവാസി ഹിന്ദുവാകുമ്പോ അവന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പാൻ? അക്രിം ജാരക വലൗ കാന കാഫിറ. അൽഹംദുലില്ലാഹ്. അതൊക്കെയാണ് നമ്മുടെ പാരമ്പര്യം. ഇതൊന്നും നല്ല തുടങ്ങിയൊന്നല്ല. മഖ്ദൂം തങ്ങൾ പറഞ്ഞു, നമ്മെ കൊണ്ടൊരു ഇടങ്ങേറ് വരരുത്, അടച്ചു ആ വാതിൽ ഇന്നും അടയുകയാണ്. ആലോചിച്ച് നോക്കണം, നമ്മെ കൊണ്ട് മറ്റുള്ളവർക്കൊരു ഇടങ്ങേറുണ്ടാവരുത് ഒരു സമുദായത്തിനും. അതാണ് വിശുദ്ധ ദീൻ.
മറ്റുള്ളവനെ കാണുമ്പോൾ കുരച്ച് തുപ്പലല്ല. അല്ലാഹു നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ. പടച്ചവനെ നീ ഖൈർ നൽകണേ അല്ലാഹുവേ. ആലോചിക്കണം. അപ്പൊ അവിടത്തെ ഞാൻ പറഞ്ഞു വന്നത് അവിടുത്തെ പള്ളിയാകമ്പള്ളി, അവിടെയാണ് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഇരുന്നു കൊണ്ട് സബക്ക് നടത്തിയ കല്ലവിടെയാണ്. ആ വിളക്കിൻ്റെ അടിയിൽ ഒരു കല്ല് കാണും. അത് മഹാനായ തുഹ്ഫയുടെ മുസന്നിഫായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ മക്കയിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിലേക്ക് വന്ന് ഇവിടെ വെച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ ശിഷ്യനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ദർസിൽ അവിടെയുള്ള മുതഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുത്ത കല്ലാണത്. 2 മാസം ആ കല്ലിൻ്റെ അടിയിൽ. ചില ആൾക്കാർ പറയുന്നത് ആ കല്ലിൻ്റെ മുകളിലാണ് ഇബ്നു ഹജർ തങ്ങൾ വന്നതെന്നല്ല. ആ കല്ലിൻ്റെ മുകളിൽ വന്നോന്നല്ല. ആ കല്ലിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് സബക്ക് നടത്തി അവിടെ ഇരുന്നിട്ട്. അതാണ് ഇന്നും ഉസ്താദുമാർ മൂല്യാരുട്ടികളെ കൊണ്ടുപോയി ആ വിളക്കിൻ്റെ ചുറ്റത്തും ഇരുത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് ഓതിക്കൊടുക്കുന്നത്. അതൊരു തബറുക്കിന് വേണ്ടിയാണ്. പഴയ കാലത്ത് ബാക്കവിയില്ല, ഫൈളിയില്ല, ദാരിമിയില്ല, ഹുദവിയില്ല. പഴയ കാലത്തുള്ളവരൊക്കെ മുസ്ലിയാക്കന്മാരാണ്. വിളക്ക് തിരുനാളുകളാണ് മുസ്ലിയാക്കന്മാർ. അവരായിരുന്നവർ. ഇബ്നു ഹജർ തങ്ങൾ ഇരുന്ന സ്ഥലം. എന്നാൽ ഇബ്നു ഹജർ തങ്ങൾ ആ കല്ലിൻ്റെ മുകളിൽ കയറി കുത്തിയിരുന്നിട്ടും അല്ല ഹജർ എന്ന് കല്ല് പേര് വന്നത്. അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്. അതുമല്ല, ഇബ്നു ഹജർ തങ്ങൾക്ക് ആ പേര് വരാനുണ്ടായ കാരണം എന്തെന്നറിയോ? ഇബ്നു ഹജർ തങ്ങളുടെ വാപ്പായുടെ വാപ്പ ആരോടും മിണ്ടൂല എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചിട്ടല്ല, തസവുഫാണ്, ഭയങ്കര ആലിമാൻ, ഒന്നും സംസാരിക്കൂല. അപ്പൊ ആൾക്കാർ പറഞ്ഞതാണ് കല്ലിൻ്റെ മാതിരിയാണ്. കല്ല് മുണ്ടൂലല്ലോ, അതാണ് ഹജർ. ആ ഹജറിന്റെ മകന് സ്ഥാനപ്പേര് കൊടുക്കുകയാണ് ഇബ്നു ഹജർ. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മഹാനായ മഖ്ദൂമിന്റെ ആ പള്ളിയിലേക്ക് ചെന്നാൽ മിമ്പർ അങ്ങനെ, മിഹ്റാബ് അങ്ങനെയാണ്. ഇമാമിന്റെ മറയാണ് മോമിങ്ങളുടെ മറ. ഇനി ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ മറ വേണം. ഉമ്മമാരെ മറ വേണമെന്ന് ഞാൻ പറയാൻ കാരണം, പെണ്ണുങ്ങൾ എന്താ ഇതൊക്കെ പഠിക്കും. പക്ഷെ അതൊക്കെ ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ് കരുതുക. മറന്നുണ്ടാവില്ല. ഏടെങ്കിലും ഒരു വിരിയായിട്ട് വിരിക്കും, അല്ലാഹു അക്ബർ കെട്ടും. കുറേ ആ നിസ്കാരത്തിൽ ആലോചിക്കുക, പഠിച്ചോനെ ഏളാമാൻ്റെ കുട്ടീൻ്റെ കല്യാണം ഉണ്ടല്ലോ, പൊന്ന് വാങ്ങിയില്ലല്ലോ, ഓളാണെങ്കിൽ ഒരു പവൻ അങ്ങോട്ട് തന്നിണല്ലോ, ആ സമയത്തൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ, കുടിക്കലും വിളിച്ചിനല്ലോ, പറഞ്ഞില്ലല്ലോ പഠിച്ചോനെ. അപ്പം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും. ആ ഫോൺ നിർത്താം, പാപ്പാക്കൊന്ന് വിളിച്ചേരട്ടെ. നീയോ നിർത്താനായിട്ടില്ലേ? മനസ്സിലായിട്ടില്ലേ? ഉമ്മമാരെ മറ വേണം. നിസ്കരിക്കുമ്പോ മറ വേണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഇബ്തദറുസ്സവാരിയ, മറയുടെ അരികിലേക്ക് അവരോടും. എന്നിട്ട് അവർ മഗ്രിബിന്റെ മുമ്പായുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അവർ നിസ്കരിക്കും. ഫയർകഊന റക്അതൈൻ, ഈ 2 റക്അത്തുകൾ അവർ മഗ്രിബിന്റെ മുമ്പ് നിസ്കരിക്കും. ഹത്താ ഏതുവരെ എന്നറിയോ? ഇന്നർ റജുലൽ ഗരീബ ലയദ്ഖുലൽ മസ്ജിദ ഫയഹസിബു അന്ന സ്വലാത ഖദ് സുല്ലിയത. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ ഈ തൂണുകളുടെ ബാക്കിൽ വെച്ചുകൊണ്ട് സ്വഹാബത്ത് നിസ്കരിക്കുന്നത് കാണുമ്പോൾ പുറത്തുള്ള ആൾക്കാർ വന്നാൽ ചിന്തിച്ചു പോകും, ഓ മഗ്രിബിന്റെ ജമാഅത്തൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരാളും ബാക്കിയില്ലാതെ എല്ലാവരും സുന്നത്ത് നിസ്കരിക്കുന്നവരാണ് മഗ്രിബിന്റെ മുമ്പ്. എന്നിട്ട് മഗ്രിബിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഖാമത്ത് കൊടുക്കുമ്പോൾ എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ സ്വഫിലായി കയറി നിൽക്കണേ. സ്വഫിലേക്ക് കയറി നിൽക്കണം. എങ്ങനെയാ കയറേണ്ടതെന്നറിയോ? ഒന്നാമത്തെ സ്വഫിൽ നേരത്തെ വന്നവർ ഒന്നാമത്തെ സ്വഫിൽ നേരത്തെ വന്ന ആളുകൾ അങ്ങനെ നിൽക്കണ്ടേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൻ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സ്വഹാബ തസഫൂന കമാ തസഫുൽ മലായിക. മാലാക്കന്മാർ സഫ് കെട്ടുന്നത് പോലെയാണ് മനുഷ്യന്മാരെ നിങ്ങളും സഫ് കെട്ടേണ്ടത്. തോന്നിയ മാതിരി കെട്ടല്ലേ, മലക്കുകൾ സഫ് കെട്ടുന്നത് പോലെ. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, വകൈഫ തസഫുൽ മലായികതു ഇൻദ റബ്ബിഹിം നബിയേ, അല്ലാഹുവിൻ്റെ റസൂലേ മലക്കുകൾ എങ്ങനെയാ നബിയേ അല്ലാഹുവിൻ്റെ മുമ്പിൽ സഫ് കെട്ടാറുള്ളത്?
സഫിൻ്റെ ആധാരം അങ്ങനെയാണ്. എല്ലാ നിസ്കാരത്തിനും ഒരേ സഫാൻ, മയ്യത്ത് നിസ്കാരത്തിന് വേറെ സഫില്ല. ചില ആൾക്കാർ കാണാം പള്ളിയിൽ നിറച്ച ആളൊന്നും ഉണ്ടാവില്ല, എന്നാലും കാണാൻ അടുപ്പിച്ച് നിൽക്കുന്നത് പറ്റൂല. സഫാവണമെങ്കിൽ സാധാ നിസ്കാരം പോലെ നിൽക്കണം. സ്ഥലം സൗകര്യം കുറയുമ്പോഴാണ് അടുത്ത് നിൽക്കേണ്ടത്. എങ്ങനെയാ നബിയെ മലക്കുകൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ സഫ് കെട്ടി നിൽക്കുന്നത്? അപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, ഖാല യുതിമ്മൂന സുഫൂഫൽ മുഖദ്ദമ, യുതിമ്മൂന സുഫൂഫൽ മുഖദ്ദമ. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ആദ്യം വന്നവർ ആദ്യം സഫ് കെട്ടി നിൽക്കും. ആദ്യം വന്നവർ ആദ്യം സഫ് കെട്ടി നിൽക്കും. നമ്മളോ ആദ്യം വന്ന ഫാൻ്റെ ചോട്ടിൽ നിൽക്കും. ഫാൻ്റെ ചോട്ടിൽ, അതുപോലെ തന്നെ ജനലിൻ്റെ അടുത്ത്, വാതിലിൻ്റെ കൊതിയിൽ, ഇതൊക്കെ നമ്മളെ സഫ്. മനസ്സിലായിട്ടില്ലേ? എന്നിട്ട് പിന്നെ ഫാൻ്റെ അടുത്ത് എല്ലാവരും കയറ്റി നിർത്തും. എന്നിട്ട് പിന്നെ ഇവിടെ നിർത്തി റാഹത്താണ് ചെയ്യരുത്. പുണ്യ നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിൻ്റെ മാലാക്കന്മാര് ഖാല യുതിമ്മൂന സുഫൂഫൽ മുഖദ്ദമ, മുന്നിലത്തെ സഫ് അവർ പൂർത്തിയാക്കും. ഒന്നാം സഫ് പൂർത്തിയായിട്ടാണ് രണ്ടാം സഫിലേക്ക് ഇറങ്ങി നിൽക്കുക. എന്നാൽ എൻ്റെ സഹോദര, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ഒന്നാം സഫിൽ ജമാഅത്തായി നിസ്കരിക്കുന്നവരൊന്ന് കൈവന്തിച്ചേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പഠിച്ചോനെ മൂല്യാനെ നാളെപ്പം തല്ലുണ്ടാകുമല്ലോ, ഉണ്ടായിക്കോട്ടെ, നന്മക്ക് വേണ്ടിയല്ലേ. ഉന്തും തള്ളും ചെയ്യരുത്. ചിലപ്പോൾ ആളുകൾ നിൽക്കുമ്പോൾ ഒറ്റ അവിടെ നിൽക്കരുത്, അതിന് ജമാഅത്ത് സഹിയാകൂല. മുന്നിലെ സഫിൽ കയറുന്ന നേരത്തെ വന്ന് സഫ് പിടിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവർക്ക് അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ എന്ന് നിങ്ങൾ ഹമീ പറയണ്ട, ഞാൻ ദ്വാരുന്നല്ല, ഇത് നബി ദുആ ചെയ്തതാണ്. ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. പോരാ, തീരുന്നില്ല. നബി തങ്ങൾ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ പുണ്യ നബി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മലക്കുകൾ, സ്വഹാബ, ഇന്ന് മലക്കുകൾ ഇവിടെ വന്നിരുന്നു. അവരൊന്നാം സഫുകാർക്ക് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വഹാബ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാം സഫിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ, ഒന്നാം സഫുകാർക്ക് നീ പൊറുക്കണയല്ല, ഒന്നാം സഫുകാർക്ക് പൊറുക്കണയല്ല, ഒന്നാം സഫുകാർക്ക് പൊറുക്കണയല്ല. നിസ്കാരം കഴിയുന്നത് വരെ മലക്കുകൾ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം നബി പറയാൻ, ഞാനും ദ്വാരം കൊടുക്കാൻ, ഒന്നാം സഫുകാർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ 3 വട്ടം പറഞ്ഞു. അപ്പം രണ്ടാമത്തെ സഫിലും സ്വഹാബത്തുണ്ടായിരുന്നു. രണ്ടാമത്തെ സഫിലുള്ള സ്വഹാബത്ത് വെച്ചു, നബിയെ രണ്ടാം സഫുകാർക്കില്ലേ? അപ്പം നബി പറഞ്ഞു, എന്നാ രണ്ടാം സഫുകാർക്കും ഒറ്റ തവണ, മറ്റേത് 3 തവണ. രണ്ടാം സഫുകാർക്ക് ഒരൊറ്റ തവണ. മൂന്നാം സഫുകാർക്ക് മഹാനായ നബി തങ്ങൾ ദുആ ചെയ്ത് കൊടുത്തിട്ടില്ല. മൂന്നാം സഫുകാർക്ക് ദ്വാരം നടത്തിയിട്ടില്ല. അപ്പം മാക്സിമം നമ്മൾ ഒന്നാം സഫിലേക്ക് നിൽക്കണം. ഇമാമിൻ്റെ നേരെ ബാക്കിൽ നിൽക്കാൻ കഴിയോ? അങ്ങനെ നിന്നോ. അതുപോലെ തന്നെ അത് കഴിഞ്ഞ വലത് ഭാഗത്തിൻ്റെ മേൽ മുന്തിച്ചോ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എന്നാലോ സഫുകളുടെ ഇടയിൽ വിടവുകൾ ഉണ്ടാവാൻ പാടില്ല. നിർത്താനായുള്ള സൂചനയാണ്. നിർത്തി മൊയിലാരേ. അതിൻ്റെ ഒരു അർത്ഥം തങ്ങൾ വന്നോ? കഴിക്കണുള്ളൂ. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്കപ്പറ, അള്ളാഹുവേ ബർക്കത്ത് ചെയ്യണേ അല്ലാ. സഫുകളുടെ ഇടയിൽ വിടവ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ സൂപ്പർ വിടവുകളാണ്. ചില ആൾക്കാർ ഇപ്പോൾ ചൂടും എടുക്കണില്ല ഉസ്താദ്, ഇത് തന്നെ നല്ലത്, ആദ്യമേ തുടങ്ങേണ്ടി. ഇനി സഫ അടുപ്പിച്ച് നിൽക്കണം. സഫൊരിക്കലും വിടവുകൾ വരാൻ പാടില്ല. അല്ലാഹുവേ നീ ഖൈർ നൽകണേ റബ്ബേ. സ്നേഹിച്ചു വന്നാൽ, മഹാനായ തങ്ങൾ സദസ്സിലേക്ക് കയറി വരികയാണ്. സ്നേഹിച്ചു വന്നാൽ നബിയെയും കുടുംബങ്ങളെ സൂക്ഷിക്കുമേഴ് സ്ഥലങ്ങളിൽ ദുരിതങ്ങളെ, മൗത്തും ഖബർ നശ്റും കിതാബും പിന്നെ മീസാൻ
മീസാൻ ഹിസാബ് സിറാത്തിതേഴും തന്നെ. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്. അവസാനിപ്പിക്കാൻ പോവാണ്. റജബിന്റെ ആദ്യത്തെ രാവിൽ വിശുദ്ധമായി മജ്ലിസിൽ അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. ഏതായിരുന്നാലും സ്വഫുകളുടെ ഇടയിൽ വിടവുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല, വിടവുകൾ തീർക്കുന്നവർക്ക് പുണ്യനബി തങ്ങൾ പറയുകയാണ്, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവനിക്ക് അല്ലാഹു സ്വർഗ്ഗലോകത്തിൽ ഒരു കൊട്ടാരം എടുത്തു കൊടുക്കുന്നതാണ്. സ്വർഗ്ഗലോകത്തിലൊരു കൊട്ടാരം എടുത്തു കൊടുക്കും. അതുകൊണ്ട് മഗ്രിബിന് സ്വഫ് കെട്ടിയിട്ട് മഗ്രിബ് നിസ്കാരം അങ്ങ് കഴിച്ചോ. ആ മഗ്രിബ് നിസ്കാരം അങ്ങ് കഴിഞ്ഞാൽ പുണ്യനബി തങ്ങൾ പറയാണ്, എഴുന്നേറ്റോടാൻ പാടില്ല. മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റോടരുത് സ്വഹാബ. അവിടെ ഇരുന്നു കൊണ്ട് മഗ്രിബിന് ശേഷം ഒരു 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കണേ. പുണ്യനബി തങ്ങൾ പറയുകയാണ്, ആ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ മൻ സ്വല്ലാ ബഅദൽ മഗ്രിബി ഖബ്ല അൻ യതകല്ലമ റക്അതൈൻ, സംസാരിക്കുന്നതിൻ്റെ മുമ്പായി, ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുന്നതിന് മുമ്പായി, മെസ്സേജ് നോക്കുന്നതിൻ്റെ മുമ്പായി, മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ മുമ്പായി, മൻ തതകല്ലമ ഖബ്ല അൻ യതകല്ലമ റക്അതൈൻ, സംസാരിക്കുന്നതിൻ്റെ മുമ്പായി മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെയായി ഉമ്മമാരെ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, റുഫിഅത്ത് സ്വലാത്തുഹു ഫീ ഇല്ലിയീൻ, അപ്പയാണ് ആ നിസ്കാരം അല്ലാഹു ഇല്ലിയീനിലേക്ക് അല്ലാഹു ഉയർത്തുന്നത്. ഇല്ലിയീനിലേക്ക് അല്ലാഹു ഉയർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. അതും കഴിഞ്ഞാൽ എഴുന്നേറ്റോടരുതേ, അവിടെ തന്നെ ഇരിക്കണേ. ഇരുന്നിട്ട് ഒരു 4 റക്അത്തും കൂടെ നിസ്കരിക്കണേ. 4 റക്അത്തും കൂടെ നിസ്കരിക്കണേ. പുണ്യനബി തങ്ങൾ പറയുകയാണ്, മഗ്രിബ് നിസ്കാരി ഈമാൻ ഭദ്രമാവണമെന്ന് കൊതിക്കുന്നവർ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് വീണ്ടും ഒരു 4 റക്അത്ത് നിസ്കരിക്കണം. രണ്ടും ആ നിസ്കാരം ഏതാണ്? സ്വലാത്തുൽ അവ്വാബീൻ. 2 നിസ്കരിക്കാം, 6 നിസ്കരിക്കാം, 10 റക്അത്ത് നിസ്കരിക്കാം, 20 വരെ നിസ്കരിക്കാം. ആ നിസ്കാരത്തിൻ്റെ പേരാണ് സ്വലാത്തുൽ അവ്വാബീൻ. മറക്കരുത്. അവ്വാബീൻ നിസ്കാരം നിസ്കരിക്കുന്നവർ കൈവന്നിച്ചേ. 1 പറ്റൂല, നിസ്കരിക്കണം. അതിൻ്റെ മഹത്വെന്താണെന്നറിയോ? അള്ളാന്റെ റസൂല് പറയാണ്, മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ ബീവി തങ്ങൾ പറയുകയാണ്, മൻ സല്ലാ 6 റക്അത്ത്, ആരെങ്കിലും 6 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ബഅദൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരത്തിൻ്റെ മുമ്പായി 6 റക്അത്ത് നിസ്കരിച്ച് മഗ്രിബിൻ്റെ ശേഷം 6 റക്അത്ത് നിസ്കരിച്ചാൽ, അത് മഹാന്മാർ ഇതിനെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാണ്, മഗ്രിബിന് ശേഷമുള്ള റവാത്തിബും കൂടെ 4 റക്അത്ത് അവ്വാബീൻ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ആ നിസ്കാരമുണ്ടല്ലോ 1 വർഷത്തെ അമലിന് തുല്യമാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കാൻ പോകുവാൻ. 1 വർഷത്തിൻ്റെ അമലിന് തുല്യമാണത്. പോരാ, തീരുന്നില്ല. നബി തങ്ങൾ പറയുകയാണ്, അത് ലൈലത്തുൽ ഖദറിൻ്റെ അമലിന് സമാനമാണ്. ലൈലത്തുൽ ഖദർ ഉണ്ടല്ലോ, വിശുദ്ധമായ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിന് തുല്യമാണ് മഗ്രിബിന് ശേഷമുള്ള 6 റക്അത്തിനെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. സംസാരിക്കരുത്, മോശപ്പെട്ടത് സംസാരിക്കരുത്. ബാക്കി ആവശ്യങ്ങൾക്കൊക്കെ സംസാരിക്കാം. മനസ്സിലായില്ലേ? 6 റക്അത്ത് നിസ്കരിച്ചാൽ 1 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. നിസ്കരിച്ചു നോക്കി നോക്കേണ്ടി. നാളെ റജബിൻ്റെ 1ാമത്തെ രാത്രിയാണ്. റജബ് കഴിഞ്ഞ് ഇന്ന് 1ാമത്തെ രാത്രി, നാളെ റജബിൻ്റെ 2ാമത്തെ രാത്രിയാണ്. മനുഷ്യൻ്റെ ജീവിതം മാറ്റിപ്പിടിക്കേണ്ട സമയമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെ തുടങ്ങിക്കോ. നാളത്തെ തുടക്കം ഇതൊരു സുന്ദര തുടക്കമാകണം. എല്ലാ മാസത്തിൻ്റെയും 1-2 ദിവസങ്ങൾ വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ്. തുടങ്ങിക്കോ, അവസാനിപ്പിക്കാൻ കഴിയൂല. പിന്നെ ഇതൊരു നല്ല തുടക്കമായിരിക്കും. 1 വർഷത്തെ അമൽ ചെയ്ത പ്രതിഫലം അല്ലാഹു എനിക്ക് കൊടുക്കുന്നതാണ്. പോരാ, ലൈലത്തുൽ ഖദറിൻ്റെ അമലുണ്ടല്ലോ, ആ അമലിനോട് ഇത് കടപിടിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാളെ മുതൽ ഞാനത് നിസ്കരിക്കുന്നു പറയുന്നുള്ളൂ. കൈവന്തിച്ചാണ് ഇതിനെന്നെ വയറിഞ്ഞിട്ടുള്ളൂ, ഇതിനെന്നെ അത് കൊണ്ടുവന്നത്.
ഞാൻ നിസ്കാരം കഴിഞ്ഞാൽ എണീച്ച് പായരുത്, അവിടെ തന്നെ ഇരിക്കണം. ഇരുന്നിട്ടൊരൊറ്റ ദുആ, ഒരു കുഞ്ഞു ദുആ പടച്ചോനെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്തൗദിഉക ഈമാനി ഫീ ഹയാതി വ ഇൻദ മമാതി വ ബഅദ മമാതി ഫഹ്ഫദ്ഹു അലയ്യ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദുആ ഉണ്ടല്ലോ, ദുആ ചെയ്ത അവന്റെ ഈമാൻ അല്ലാഹു സംരക്ഷിക്കുന്നതാണ്, അവന്റെ ഈമാൻ അല്ലാഹു സൂക്ഷിക്കുന്നതാണ്. മഹാനാകുന്ന ഹക്കീമു തുർമുദി തങ്ങൾ പറയുകയാണ്. ഹക്കീമു തുർമുദി ഒരു ദിവസം നബി തങ്ങളെ കിനാവിൽ കണ്ടു. നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങളുടെ ഈമാൻ കുറഞ്ഞു പോകുകയാണ്, നബിയെ ഞങ്ങളുടെ ഈമാൻ കുറഞ്ഞു പോകുകയാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയോ? ഹക്കീമു തുർമുദി തങ്ങളെ, നിങ്ങൾ സുബഹിയുടെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാറുണ്ടല്ലോ? ഉണ്ട്. 4 നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് ചെരിഞ്ഞു കിടക്കണേ ഹക്കീം തങ്ങളെ, വലത് ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കണം, ഖബറിൽ കിടക്കുന്നത് പോലെ, ഖബറിൽ കിടക്കുന്നത് പോലെ ചെരിഞ്ഞു കിടക്കണം. എന്നിട്ട് ആ ചെരിഞ്ഞു കിടക്കുന്ന കിടത്തത്തിൽ അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായീല വ ഇസ്റാഫീല വ അസ്റായീല വ ഹമലത്തിൽ അർശി വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്റിനി മിനൻ നാർ 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 7 തവണ പറഞ്ഞു. ആ കടത്തത്തിൽ ചെരിഞ്ഞ് കിടക്കാൻ പറ്റുന്നോല അങ്ങനെ. ഇനി വലത്തോട്ട് ചെരിയാൻ കഴിയൂല, എന്തെങ്കിലും കുരുവോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടത്തോട്ട് ചെരിഞ്ഞോ, കിബിലക്കാവണം. ഇനി ഇടത്തോട്ടും ചിരിയാൻ കഴിയൂലെങ്കിലോ മലർന്ന് കിടന്നോ. കമ്ന്ന് കിടക്കാൻ പറ്റൂല. കമ്ന്ന് കിടക്കൽ ജീവിച്ചിരിക്കുന്നവർക്ക് കറാഹത്താണ്. കമ്ന്ന് കിടക്കാന്നല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് കറാഹത്താണ്. മരിച്ചതിന് ശേഷം മയ്യത്തിനെ കമഴ്ത്തി കിടത്തുന്നത് ഹറാമുമാണ്, ആവശ്യമില്ലാതെ. കമ്ന്ന് കിടക്കരുത്, ചെരിഞ്ഞിങ്ങനെ കിടന്നിട്ട് ഈ ദുആ നടത്തിക്കോ. എന്നാൽ ഹക്കീമു തുർമുദി തങ്ങളോട് പുന്നാര നബി തങ്ങൾ പറയാ, നിങ്ങളുടെ ഈമാൻ കുറഞ്ഞു പോകുന്നുണ്ടോ എങ്കിൽ ആ കടത്തം കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റിരിക്കുമല്ലോ. ഇരുന്നിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പായി യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. ഉപ്പമാരെ മറന്നു പോകല്ലേ, ഉപ്പമാരെ മറന്നു പോകല്ലേ, ഉമ്മമാരെ മറന്നു പോകല്ലേ. മഹാനാകുന്ന നബി തങ്ങൾ പറയുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ള ദിക്റുണ്ടല്ലോ, 40 തവണ പറഞ്ഞോ. ഇത് പരിശോധിച്ചറിഞ്ഞ ദിക്റാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളുടെ ഈമാനിനെ നീ കാത്ത് രക്ഷിക്കണേ. മരിക്കുന്ന സമയം അല്ലാഹുവേ ഈമാനോടുകൂടെ മരണപ്പെടാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിനൊരവസരം കൂടെ ഇന്ന് വന്നിരിക്കുകയാണ്. റജബിൻ്റെ ഈ വിശുദ്ധ 1-ാമത്തെ രാവിൽ ചാരിറ്റി നടത്താൻ, ഇവിടുത്തെ പാപങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ, ഇവിടുത്തെ പാപങ്ങളെ സഹായിക്കാൻ ഒരു വേദിതാ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഓ മൊയ്ലിയാർ തുടങ്ങി പിരിവിൻ്റെ സമയമോ, അങ്ങനെ ചിന്തിക്കല്ലേ. ഇത് നമ്മുടെ ഏറ്റവും വലിയ മഹത്വമുള്ള സമയമാണ്. മഹാനായ സയ്യിദ് ആരെന്നറിയോ? സയ്യിദിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഒരിക്കലും സയ്യിദ് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ സയ്യിദിനെ നാം അറിയണം. ഇത് ഞങ്ങളുടെ മഹാനായ ശൈഖുന പന്മള ഫരീദ് ഉസ്താദ് ഉണ്ടല്ലോ, ഞങ്ങൾക്കൊക്കെ 7-8 വർഷക്കാലം കിതാബോധി തന്ന, 48 വർഷക്കാലം ദർസ് നടത്തി തന്ന മഹാനായ ശൈഖുന പന്മള ഫരീദ് ഉസ്താദ് 100 കണക്കായ ആലിമീങ്ങളെ ലോകത്തിന് സമർപ്പിച്ച മഹാനാണ്. ആ മഹാനായ ശൈഖുന ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് പുഞ്ചിരിക്കുന്ന മുഖമായിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. മഹാനായ ശൈഖുന ഉസ്താദ് എന്ത് തഹ്ഖീഖുള്ള പണ്ഡിതനാണെന്നറിയോ? ആ മുഖത്തേക്ക് അങ്ങ് നോക്കുമ്പോ ഈമാനിന്റെ തുളുമ്പി നിൽക്കുന്ന പ്രകാശമുള്ള സുന്ദരമായ മുഖം. ഏത് മോശക്കാരനായൊരു മുതഅല്ലിമും ചമ്മാട് മഹാനായ പന്മള ഫരീദ് ഉസ്താദിന്റെ ദർസിലേക്ക് വന്നാൽ ആ കുട്ടിയുടെ ഉള്ളിൽ നിന്നല്ലാഹു അഴുക്കുകളെ നീക്കം ചെയ്യുന്നതാണ്. ഈ മഹാനവറുകളുടെ അരികിലിരിക്കുന്നത് കൊണ്ട് മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളുടെ കൂടെ ഇരുന്നു കഴിഞ്ഞാൽ ഖൽബിയായ രോഗം മാറുമെന്നല്ലയോ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. ആ മഹാനായ ശൈഖുന ഉസ്താദ്
കൊല്ലം മഹാനവറുകൾ റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് നടത്തുമ്പോ ആ മൗലിദിന് നേതൃത്വം വഹിക്കാൻ ഈ തങ്ങളും ഒരുപാട് ഉസ്താദുമാർ നേതൃത്വം വഹിക്കാനുണ്ടാകും. കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ, അത് ഞങ്ങൾ ചെറുതാകുന്ന കാലം മുതൽ കണ്ടത് ഈ മഹാനായ സയ്യിദനെയാണ്. അല്ലാഹുവേ, ഇവരുടെയൊക്കെ ഫദ്ല് കൊണ്ട്, ഇവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ റാഹത്ത് നൽകണേ തമ്പുരാനെ. ഒരുപാട് സദസ്സുകൾക്ക് നേതൃത്വം വഹിക്കുന്ന മഹാനാണ്. ഇവരുടെ പിതാവ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറാണ്. ആലോചിച്ച് നോക്കണം. അല്ലാഹുവേ, വലിയ ആലിമും അതുപോലെ തന്നെ ഇവരാവട്ടെ വലിയ സ്ഥാപനം നടത്തുന്നവരും വലിയ ദർസ് നടത്തുന്നവരുമാണ്. ഈ മഹാനായ തങ്ങൾ, അതും വിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ രാവിൽ, അതും ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് സഹായിക്കാൻ ഒരുമിച്ച് കൂടി ഈ സദസ്സുണ്ടല്ലോ. ഈ സദസ്സിന്റെ മഹാത്മ്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അല്ലാഹുവേ, നീ ഖൈർ നൽകണേ തമ്പുരാനെ. നമുക്കിതേ ചെയ്യാൻ പറ്റൂ. സ്വഹാബത്തിനെ പോലെ യുദ്ധം ചെയ്യാൻ കഴിയാത്തവരാണ് നാം. നിങ്ങളുടെ അവസരത്തിൽ ഇപ്പത്തെ യുദ്ധക്കതാണ്. ഇപ്പത്തെ യുദ്ധം എന്ന് പറയുന്നത് പാപങ്ങളെ സഹായിക്കലാണ്. മഹാനാകുന്ന അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ കറുത്തൊരു മനുഷ്യനാണ്, മെലിഞ്ഞൊട്ടിയ ശരീരമാണ്, ഒരു കാലുകൊണ്ട് നടക്കാൻ പറ്റൂല. 4 മക്കളുണ്ട്, 2 പെൺമക്കളും 2 ആൺകുട്ടികളുമാണ്. ബദറിൽ പങ്കെടുത്തിട്ടില്ല. പാപം അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ ഉടുക്കാൻ ഒരു തുണി മാത്രമാണുള്ളത്. ഇന്ന് വരെ യുദ്ധം കണ്ടിട്ട് പോലുമില്ല. പടവാള് പിടിക്കാൻ അറിയൂല, കുതിരയിൽ കയറാൻ കഴിയൂല, ഒരു കാലുകൊണ്ട് നടക്കാൻ പറ്റൂല. മഹാനാകുന്ന റസൂലും സഹാബത്തും ബദർ കഴിഞ്ഞ് 2ാമത്തെ യുദ്ധത്തിലേക്ക് ഉഹദിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോഴാണ് ദൂരത്ത് നിന്ന് ഈ ചെറിയ ചറ്റക്കുടിയിൽ താമസിക്കുന്ന അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ ഇത് കാണുന്നത്. പടച്ചോനെ, നബിയും സഹാബത്തും ആണല്ലോ പോകുന്നത്, യുദ്ധത്തിലേക്കാണല്ലോ പുറപ്പെടുന്നത്. ഞാൻ ബദറിൽ പോലും പങ്കെടുക്കാത്തവനാണല്ലോ. ഈ പാപപ്പെട്ട അംർ നാളെ മഹ്ശറാവൻ സഭയിൽ ചെല്ലുമ്പോ അള്ളാഹു എന്നോട് എൻ്റെ ദീനിന് വേണ്ടി നീ എന്ത് ചെയ്തടാ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്താ മറുപടി കൊടുക്കുക? അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ ഉള്ള കാലിന്റെ ആരോഗ്യം വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. എന്നിട്ട് വിളിച്ചു, ബഹിൻ ബഹിൻ യാ റസൂലല്ലാഹ്, നിക്കണം നബിയേ, നിക്കണം യാ റസൂലല്ലാഹ്. നബി തങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോ കറുകറുത്ത ശരീരം മെലിഞ്ഞൊട്ടിയ കാലു വളഞ്ഞ അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ ഇങ്ങനെ മുടന്തി വരികയാണ്. നബി തങ്ങൾ ചോദിച്ചു, മാ ഹമലക യാ അംറു, അല്ല അംറേ, എന്തിനാ നീ വരുന്നത്? എന്തിനാ നീ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഉടനെ തന്നെ മഹാനാകുന്ന അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ നബി തങ്ങളുടെ അരികിൽ വന്നിട്ട് പറയാ, ഇന്നി ഉരീദു അൻ നകൂന മിൻ അഹ്ലിഹാ, നബിയെ, ഞാനും നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരട്ടെയോ യാ റസൂലല്ലാഹ്, ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ. ഇത് കേട്ടപ്പോ ആ യുദ്ധരണഭൂമിയിലേക്ക് പുറപ്പെടുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് 2 ചെറുപ്പക്കാർ ചാടിയിട്ട് പറയാണ്, നബിയെ, ഇത് ഞങ്ങളെ വാപ്പയാണ്. ഈ വാപ്പാക്ക് യുദ്ധം ചെയ്യാൻ അറിയൂല, പരിച പിടിക്കാൻ അറിയൂല, പടവാൾ പിടിക്കാൻ അറിയൂല, യുദ്ധക്കളം ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞങ്ങളെ വാപ്പാന നബിയെ ഈ യുദ്ധത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. ഈ വാപ്പാന്റെ 2 മക്കളും യുദ്ധത്തിന് തയ്യാറാണ്. ഞങ്ങളെ വാപ്പാനെ കൂട്ടല്ലേ, ഞങ്ങളെ വീട്ടിലുള്ളത് ഞങ്ങളെ അമ്മച്ചും 2 പെങ്ങന്മാരുമാണ്, ഓരെ നോക്കാൻ ഞങ്ങളെ വാപ്പാൻ അങ്ങോട്ട് പറഞ്ഞേക്കണം. കൂട്ടല്ലി നബിയേ. ഉടനെ തന്നെ നബി തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ മക്കൾ ഇതങ്ങനെ പറയുമ്പോൾ അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ കണ്ണെന്ന് കണ്ണുനീരൊലിപ്പിച്ച് കരയുകയാണ്. ദീനിനൊന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ പ്രയാസം. ആ സമയത്തിലാണ് കരയുന്ന അംറിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ പറയുന്നത്, അംറേ, കരയണ്ടടാ, ലൈസ അലൽ അറജി ഹഖ്ഖുൻ അലൽ ജിഹാദ്. മുടന്തന്മാർ യുദ്ധം ചെയ്യേണ്ടതില്ല, മുടന്തന്മാർ യുദ്ധം ചെയ്യേണ്ടതില്ല, മുടന്തന്മാർ യുദ്ധത്തിന് വരേണ്ടതില്ല. ഇതങ്ങ് കേട്ടപ്പോ അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? സ്വന്തം മകന്റെ ഊരയിൽ നിന്ന് പടവാളങ്ങ് ഊരിയെടുത്തുകൊണ്ട് ഈ വളഞ്ഞ കാലിൽ നബി തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് നീട്ടിയിട്ട് പറയാണ്, നബിയെ, ഈ വളഞ്ഞ കാലുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ പോയാൽ ഒരഭിപ്രായം ഞാൻ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം അവർ സ്വീകരിക്കാറില്ല. അതിന് കാരണം ഈ വളഞ്ഞ കാലാണ്. മുടന്തന്മാർ അഭിപ്രായം പറയണ്ടെന്ന് പറയും.
ഞാൻ വല്ല സാധനങ്ങളും കടയിൽ നിന്ന് കടം വാങ്ങുമ്പോൾ എനിക്കാരും കടം തരാറില്ല. അതിനും കാരണം ഈ കാലാണ്. ഈ കാലുകൊണ്ട് നബിയെ നിങ്ങളൊക്കെ കുത്തുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലും കുത്താൻ പറ്റാത്ത ഭാഗ്യം കെട്ട കാലാണോ എങ്കിൽ ഈ കാലെനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പടവാളെടുത്ത് കാല് മുറിച്ച് മാറ്റാൻ ഒരുങ്ങുമ്പോൾ ആകാശലോകത്തിൽ നിന്ന് ഓടിയിറങ്ങുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ പടവാളങ്ങ് പിടിച്ചുകൊണ്ട് നബി തങ്ങളോട് പറയാൻ, യാ റസൂലല്ലാഹ്, പിടിക്ക നബിയെ, അംറിനെ യുദ്ധത്തിലേക്ക് കൂട്ടിക്കോളൂ നബിയെ, അംറ് കാല് മുറിക്കും നബിയെ, അംറ് കാല് മുറിക്കും നബിയെ. അംറ് സ്നേഹിക്കുന്നത് റസൂലേ അള്ളാഹുവിന്റെ ദീനിനെയാണ്. നബിയെ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? നബി പറഞ്ഞുണ്ട്. എവിടുന്ന ശബ്ദം കേൾക്കുന്നത്? ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, അംറിന്ന വളഞ്ഞ കാലുണ്ടല്ലോ, അത് സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ശബ്ദമാണ് നബിയെ അങ്ങേര് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കിയാണ് ഈ സഹോദര.